നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ തിങ്കളാഴ്ചയും ദൈവപാദത്തിൽ ഒരുമിച്ച് അടുത്തു വരുവാൻ, ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന മഹാകൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു വാഴ്ത്തുന്നു. കർത്താവേ, തിരുവചനത്തിൽ നിന്ന് അടിയങ്ങൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നത് പ്രയോജനപ്പെടേണ്ട ഇടങ്ങളിൽ പ്രയോജനപ്പെടുവാൻ, അങ്ങയുടെ ഭക്തന്മാർ ദൈവവുമായി അധികം അടുത്തിടപെടുവാൻ കർത്താവെ കാര്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അടിയങ്ങളെ ഒരുക്കണേ. ഈ ബൈബിൾ സ്റ്റഡി കൊടുക്കുവാൻ സഭയ്ക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങളിൽ ഓരോരുത്തരെയും, ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന സഭയെയും അതിൻ്റെ ഓരോ വ്യക്തികളെയും കർത്താവ് പ്രയോജനപ്പെടുത്തണമേ. കർത്താവെ, ഇത് ഏറ്റുവാങ്ങുന്ന പലരും ജീവിതത്തിൽ പുഷ്പങ്ങളെപ്പോലെ ശോഭിക്കുവാൻ, കർത്താവെ നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കുവാൻ ഒക്കെ കർത്താവ് കൃപ കൊടുക്കണേ. ഞങ്ങളുടെ ആത്മീക മനുഷ്യനെ തട്ടി ഉണർത്തി ക്രിസ്തുവിനെ അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ഈ പഠനങ്ങൾ പ്രയോജനപ്പെടണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നു മുതൽ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കുറേ ആശയങ്ങൾ പറയാനാണ് താല്പര്യപ്പെടുന്നത്. ഒരുപാട് പേര് എന്നെപ്പോലെ ബൈബിൾ സ്കൂളുകളിൽ പോകാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ പോയാലും എത്രയും ആധികാരികമാണെന്നറിയത്തില്ല അവർക്ക് കിട്ടിയിരിക്കുന്ന പഠനങ്ങൾ. കാര്യം പല ആളുകളും പല വ്യക്തികളും പല രൂപത്തിൽ ചില രീതിയിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഏറെക്കുറെ ആധികാരികമായി ലോകത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട രീതിയിൽ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ബുക്ക് ഓഫ് ദ ബുക്സ് ഒന്ന് എടുത്തു പഠിക്കുന്നത് കൊള്ളാം. അങ്ങനെ പഠിച്ചതുകൊണ്ടുള്ള പ്രയോജനം ഒന്ന്, ഇതിനകത്തെ ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ ലോകത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു വലിയ സിലബസിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒന്നിൽ നിന്നാണ് ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നത്. ബേസിക്കലി ഓപ്പൺ ബൈബിളാണ് ഞാൻ ആധാരമായി ഉപയോഗിക്കുന്നത്. അത് ലോകത്തിലെ പ്രധാന പണ്ഡിതന്മാർ ചേർന്ന്, വേദപണ്ഡിതന്മാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സിലബസാണ്. അതിനകത്ത് ഓരോ പുസ്തകങ്ങളുടെയും ഇൻട്രഡക്ഷൻ കൊടുക്കും. ഓപ്പൺ ബൈബിളിൽ തന്നിരിക്കുന്ന ആ ഗൗരവത്തിൽ ആശയത്തിൽ എനിക്ക് പോകാനൊക്കത്തില്ല. അതിനകത്തൊന്നും ഒരു ചെറിയ സമ്മറി മാത്രം. ഇതിനകത്ത് ഓരോ പുസ്തകത്തിൻ്റെ എഴുത്തുകാരാരാണ്, ഓരോ പുസ്തകങ്ങളും എഴുതിയ സാഹചര്യം ഏറെക്കുറെ എന്താണ്, അതിനകത്ത് ക്രിസ്തുവിനെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു, ആ പുസ്തകത്തിൻ്റെ മെയിൻ തീം എന്തൊക്കെയാണ്, ആ പുസ്തകത്തിനകത്തെ താക്കോൽ വാക്യം ഏതാണ്, താക്കോൽ അധ്യായം ഏതാണ്, താക്കോൽ ആശയം ഏതാണ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്നതോടെ ഇനി ആ പുസ്തകം വായിക്കുന്നവർക്ക് ദൈവത്തെ കുറിക്കുന്ന യഥാർത്ഥമായൊരു പരിജ്ഞാനം കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പഠന സമ്പ്രദായം എടുത്തത്. ഞാനിത് പരിശ്രമിച്ച് വിജയിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും അത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഒന്നാമത്തെ ആഴ്ചയായതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം തന്നെ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന് എബ്രായ ഭാഷയിൽ ബെറിഷിത്ത്, BERISHIT, ബെറിഷിത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് ടേം ജനസിസ് എന്ന ഈ വാക്കിൻ്റെ അർത്ഥം ദ ബിഗിനിങ്, ദി ഒറിജിൻ, ഈ രണ്ട് വാക്കാണ് അതിൻ്റെ അർത്ഥമായി കൊടുത്തത്. ഉൽപ്പത്തി എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ആരംഭം. ബെറിഷിത്തിൽ നിന്ന്, ആരംഭത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പയ്യെ ചിന്തിക്കാൻ പോകാം. ആരാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്? എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തേതാണ്. മോശയുടെ കൈകൊണ്ട് 5 ഗ്രന്ഥങ്ങൾ എഴുതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിലെ ഒന്നാമത്തെ ഗ്രന്ഥമാണ് ഉൽപ്പത്തി പുസ്തകം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് അതിനെ പൊതുവെ വിളിച്ചു വരുന്നുണ്ട്. പക്ഷേ മോശ തൊട്ടു തുടങ്ങുന്നത് ഏത് കാലഘട്ടത്തെയാണ് തൊട്ടു തുടങ്ങുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആദിയിൽ ആകാശം സൃഷ്ടിക്കുന്ന കാലം മുതൽ അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രത്തിനും ഒത്തവണ്ണം 13.8 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ആരംഭിക്കുകയാണ് മോശ. മോശയ്ക്ക് അത്രയൊന്നും വയസ്സില്ല. ആ കാലങ്ങളിലൊന്നും മോശയുമില്ല, ആരുമില്ല. പിന്നെ എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇന്ന് മാത്തമാറ്റിക്സ് മുഖേന കുറേയൊക്കെ പുറത്തു വരുന്നുണ്ട്. വെബ് ഹബിൾ സ്കോപ്പാണ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരുന്നത്. ഈ വെബ് ഹബിൾ സ്കോപ്പ് എന്ന് പറയുന്ന സാധനം, ശാസ്ത്രീയമായിട്ട് വെബ് ഹബിൾ സ്കോപ്പ് എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ 170 ശിഷ്ടം കിലോമീറ്റർ ഉയരത്തിൽ വെച്ചിരുന്നതും ഭൂമിയെ ചുറ്റി സദാസമയം ഭ്രമണം ചെയ്യുന്നതുമായ ഒരു ഉപകരണമാണ്. അതുപയോഗിച്ച്
ഹബ്ബ് ടെലിസ്കോപ്പ്. ആ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് വിവരങ്ങൾ കിട്ടിയിരുന്നത്. അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് 13.3 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഉളവായി തീരട്ടെ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന ബിഗ് ബാങ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്ന ഏതാണ്ടൊരു പ്രക്രിയ നടക്കുകയും, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുകയാണ്. കാര്യം ആരോടും വഴക്കിടാൻ, ശാസ്ത്രജ്ഞന്മാരോടും നിരീശ്വരവാദിയോടും വഴക്കിടാൻ പോകാതെ ഞാൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുകയാണ്. അതിന് ഏറ്റവും പോളിഷ്ഡായ ടേം ഞാൻ ഇവിടെ ഉപയോഗിച്ചു. പക്ഷേ ബൈബിൾ ടേം ഞാൻ ഉപയോഗിക്കും. അതിനുവേണ്ടിയാണല്ലോ ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. അതായിരുന്നു വെബ് ടെലിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. ഇന്ന് ജെയിംസ് വെബ് ടെലിസ്കോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പഴയ ടെലിസ്കോപ്പ് 170 ശിഷ്ടം കിലോമീറ്റർ ഉയരത്തിലാണ്, ഭൂമിയേക്കാൾ അത്രയും ഉയരത്തിലാണ് ഇരുന്നതെങ്കിൽ ഇന്നത്തെ ടെലിസ്കോപ്പ് 15 ലക്ഷം 150 ലക്ഷം മൈൽ, എക്സാക്ട്ലി 15 മില്യൺ കിലോമീറ്റർ ഉയരത്തിലാണ് ഇരിക്കുന്നത്. പഴയ ടെലിസ്കോപ്പ് ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായിരുന്നെങ്കിൽ പുതിയ ടെലിസ്കോപ്പ് സൂര്യനെ ചുറ്റിക്കറങ്ങുന്നതാണ്. അത്രയും വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. ആ പുതിയ ടെലിസ്കോപ്പിലൂടെ കിട്ടുന്ന കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ചാണ് ഇന്നെടുക്കുന്നത് 13.8 മുതൽ 13.7 വരെ ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള, തിരിച്ചായിരിക്കാം, 13.7 ബില്യൺ മുതൽ 13.8 ബില്യൺ വരെ പഴക്കമുള്ള, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രക്രിയയായിരുന്നു ക്രിയേഷൻ. ബൈബിൾ ഭാഷയാണ് ക്രിയേഷൻ, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഫോർമേഷൻ എന്ന് പറയും. ഞാനിവിടെ ഒരു വാക്കൂടെ ചേർക്കുന്നത് കൊള്ളാം. കഴിഞ്ഞ ഒരു 8-10 വർഷങ്ങളായി നമുക്ക് കിട്ടുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് പഴയ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് പരാജയമുണ്ട് എന്നും അന്നത്തേത് പലതും സത്യമല്ല എന്നും അല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്നും ഉള്ള ഒരു വിധിയിൽ എത്തി. ഇന്നത്തേതും കറക്റ്റാന്ന് പറയാൻ ഒക്കത്തില്ലെങ്കിലും പണ്ടത്തേതിനേക്കാൾ ഒത്തിരിയും കൂടെ കറക്റ്റാണ്, ആ കണക്കിൽ വന്നു. അതുകൊണ്ടാണ് 13.3 എന്നുള്ളത് 13.8 മാറ്റുവാൻ ശാസ്ത്രലോകം പൊതുവെ സമ്മതിച്ചത്. ഓക്കെ, അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. ബിഗ് ബാങ്ങിനാൽ ഫോം ചെയ്തു എന്ന് ശാസ്ത്രം പറയുന്നു. ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അത് കഴിഞ്ഞ് ഏറെക്കുറെ 9.2 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം, ആ ബിഗ് ബാങ് കഴിഞ്ഞ് ഏറെക്കുറെ 9.2 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ എന്ന പ്രയോഗം പലത് കാണാം. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തതയിൽ മനസ്സിലാക്കാം. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത്, ആൻഡ് ദി എർത്ത് വാസ് വിതൗട്ട് ഫോം and void, and darkness was on the surface of the water, and God commanded let there be light, and there was light. എന്നിങ്ങനെ ആൻഡ് എന്ന പ്രയോഗം ഒരുപാട് കാണാം. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സൃഷ്ടി നടന്നത് ഒരൊറ്റ ഇൻസ്റ്റൻ്റായിട്ടല്ല, അല്ലെങ്കിൽ ഒരു സമയത്തായിട്ടല്ല. അത് 143 കഷണങ്ങളായിട്ട്, ഖണ്ഡങ്ങളായിട്ട്, ഭാഗങ്ങളായിട്ട് ആണ് സൃഷ്ടി നടന്നത് എന്ന് ഒരു ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ 143 ഖണ്ഡങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ആൻഡ് എന്നത്. എങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 142 പ്രാവശ്യം ആൻഡ് എന്ന പദം വേണം. പക്ഷേ 95 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 95 പ്രാവശ്യം ആൻഡ് എന്ന പ്രയോഗം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും സൃഷ്ടിയോട് ചേർന്നതല്ല. ആൻഡ് എന്ന വാക്ക് ആകെപ്പാടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 95 പ്രാവശ്യമുണ്ട്. പക്ഷേ ഒരേ വാക്യത്തിൽ ഒരേ അധ്യായത്തിൽ ഒരേ വാക്ക് ഈ 95 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാഷയ്ക്ക് തന്നെ വൃത്തികേടാം. അതുകൊണ്ട് അതൊന്ന് നേരെയാക്കണമെന്നൊക്കെ ആളുകൾ പറഞ്ഞു. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ അറിയുന്നത്. സൃഷ്ടിയുടെ 2 ഭാഗങ്ങളെ ഒരുമിച്ച് ചേർക്കേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ ആൻഡ് എന്ന പദപ്രയോഗം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പേ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു, ആകാശം സൃഷ്ടിച്ചു. കഴിഞ്ഞാണ് ഭൂമി, ആകാശവും ഭൂമിയും. ആ ഒന്നാമത്തെ ഉമ്മിൽ 9.2 ബില്യൺ വർഷം പോയി, 920 കോടി വർഷം അങ്ങ് പോയി.
20 കോടി വർഷം കഴിഞ്ഞാണ് ഭൂമി സൃഷ്ടിച്ചതെന്ന് ഭൂമിയുടെ ലൈഫ് പരിശോധിക്കുന്ന ശാസ്ത്രലോകം പറയുന്നു. ബൈബിൾ അതിനകത്ത് ഒന്നും പറയുന്നില്ല. കാര്യം കണക്ക് പഠിപ്പിക്കുകയല്ല ബൈബിളിൻ്റെ ജോലി, ഫിസിക്സ് പഠിപ്പിക്കുകയല്ല. അതിനകത്ത് അതിനേക്കാൾ ഒത്തിരി പ്രാധാന്യമേറിയ പലതും പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ബൈബിൾ ഇതിന് പോകുന്നില്ല. പക്ഷേ ബൈബിളിൻ്റെ അകത്തെ ഭാഗങ്ങൾ നമ്മൾ ശാസ്ത്രീയ കണക്കിൽ ലെൻസിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ: 9.2 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ദൈവം ഭൂമി സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടന്നു. അത് ഭൂമി സൃഷ്ടിച്ച് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ്റെ സൃഷ്ടി നടന്നത്. പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടി അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ ഒന്നാം വീഴ്ച, അത് ആദാമിൻ്റെ കാലത്ത്. രണ്ടാമത്തെ വീഴ്ച അത് നോഹയുടെ കാലത്ത്. മൂന്നാമത്തെ വീഴ്ച അത് നിമ്രോദിൻ്റെ കാലത്ത്. അതിനുശേഷം ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. മോശ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമകാലിക അനുഭവങ്ങളിൽ നല്ലത് എഴുതുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചത്, ഒരു വാഗ്ദത്തം കൊടുത്തത്, അത് 12-ാമത്തെ അധ്യായത്തിൽ ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നതായി കാണാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ആ ഒരു വാഗ്ദത്തം കൊടുക്കുന്നതായി കാണാം. അത് കഴിഞ്ഞ് ഏതാണ്ട് 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ വാഗ്ദത്തം വീണ്ടും ദൈവം ഒന്ന് ഉറപ്പിക്കുന്നത് കാണാം. റെക്ടിഫിക്കേഷൻ ഡീഡ് എന്നൊക്കെ ഇവിടെ പറയും. നമ്മൾ രജിസ്റ്റർ കച്ചേരിയിൽ പോയിട്ട് നമ്മളൊരു വസ്തുവൊക്കെ എഴുതി വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പദം വിട്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്കുകൂടെ അതിൻ്റെ കൂടെ ചേർക്കാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ വസ്തുവിൽ ഒരു അഡീഷണൽ ഭാഗം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റാറ്റിഫിക്കേഷൻ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് നമുക്ക്. റെക്ടിഫിക്കേഷൻ ആക്ച്വലി മീനിങ് റെക്ടിഫിക്കേഷനാണ്. ഒരു പരിപാടിയുണ്ട്. നമുക്ക് പോയി രണ്ടാമതൊരു ഡീഡ് രജിസ്റ്റർ ചെയ്യും. ഇതുപോലെ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. പക്ഷേ അബ്രഹാമിൻ്റെ ചില വർഷങ്ങളിലെ യാത്രയും അദ്ദേഹത്തിൻ്റെ അവിശ്വാസവും ദൈവമുമ്പിൽ കാണിച്ച ചില്ലറ മിസ്റ്റേക്കും അതിന് പ്രായശ്ചിത്തവും എല്ലാം കൂടെ ചേർത്ത് ഒരു റാറ്റിഫിക്കേഷൻ ഡീഡ് എന്ന വണ്ണം 15-ാമത്തെ അധ്യായത്തിൽ ദൈവം വീണ്ടും തന്നോടുള്ള പ്രമാണം ഉറപ്പിച്ചു. ആ പ്രമാണം ഉറപ്പിച്ച ശേഷം അദ്ദേഹം വളർന്നു, ജീവിച്ചു. 2 മക്കളിൽ കുറയാതെ, 2 അല്ല, പല മക്കളുണ്ടായിരുന്നു. കെതൂറയിൽ മക്കളുണ്ടായിരുന്നു, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. സേറയിൽ ഒരു മകനുണ്ടായിരുന്നു. 2 മക്കളിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. അവസാനം താൻ മരിച്ചു. ഭൂമിയുടെ സൃഷ്ടി മുതൽ 4000 വർഷം കഴിഞ്ഞിട്ടാണ്, അറിയപ്പെട്ട ചരിത്രത്തിലെ, ബൈബിൾ ചരിത്രത്തിലെ 4000 വർഷം കഴിഞ്ഞ ശേഷമാണ് അബ്രഹാമിൻ്റെ ജനനം. അബ്രഹാമിൻ്റെ ശേഷം അബ്രഹാമിൻ്റെ മകനായിരുന്ന, ഇസഹാക്കിൻ്റെ മകനായിരുന്ന യോസേപ്പിൻ്റെ മരണം വരെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോസേപ്പിൻ്റെ മരണം കഴിഞ്ഞ് ഏറെക്കുറെ 3 നൂറ്റാണ്ടിന് ശേഷമാണ് മോശ ഇത് എഴുതുന്നത്. അപ്പോൾ മോശ ഒരിക്കലും കണ്ട കാര്യങ്ങൾ എഴുതുകയായിരുന്നില്ല, പകരം അറിഞ്ഞ കാര്യങ്ങൾ എഴുതുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോശ ഇത് എഴുതാൻ യുക്തനാണോ, യോഗ്യനാണോ? വേറെ അതിനേക്കാൾ യോഗ്യനായ രണ്ടാമതൊരാളിനെ കാണുന്നില്ല. മോശയുടെ പ്രത്യേകത അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യപ്രകാരം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യപ്രകാരം, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. മോശ വിദ്യാസമ്പന്നനായിരുന്നതിനാൽ പഴയ ചരിത്രങ്ങളും അന്നുണ്ടായിരുന്ന കേട്ടുകേൾവികളും സൃഷ്ടിയുള്ളതിനെക്കുറിച്ച് താൻ അറിഞ്ഞിരുന്നു. പക്ഷേ എന്തൊക്കെയാണ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് ദൈവം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് മോശ എഴുതി. അതായിരുന്നു മോശയുടെ പ്രത്യേകത. മോശയുടെ ജനനത്തിന് മുന്നമേ തന്നെ ചരിത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനൂക്ക്, അദ്ദേഹം ദൈവത്തോടുകൂടെ നടക്കുകയും എഴുതുവാനുള്ള അക്ഷരവിദ്യ ദൈവം ഹാനൂക്കിനെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇതുവരെ ഞാൻ വായിച്ചിട്ടുള്ള ചരിത്രങ്ങളിലൊന്നും ഞാൻ അധികം ഒന്നും വായിച്ചിട്ടില്ല. പക്ഷെ വായിച്ചിട്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരാരും പറയുന്ന ചരിത്രങ്ങളിൽ നിന്ന് അക്ഷരമാല ഇന്നയാൾ കൊണ്ടുവന്നു എന്നത് തെളിവ് സഹിതം എങ്ങും പറഞ്ഞിട്ടില്ല. ഹാനോക്കിൻ്റെ പുസ്തകങ്ങളുണ്ട്, അത് തെളിവാണ്. ഹാനോക്കിൻ്റെ പുസ്തകങ്ങളിലും ഹാനോക്കിനെ കുറിച്ച് അനേക ഇടങ്ങളിൽ റെഫറൻസസ് ഉണ്ട്. അതിനകത്തും പറയുന്നതനുസരിച്ച് ഹാനോക്കാണ് അക്ഷരവിദ്യ ഭൂമിയിൽ ആദ്യമായി കൊണ്ടുവരുന്നത്. ഹാനോക്ക് ആദം മുതൽ 7-ാം തലമുറക്കാരന്. ആദം തന്നെ തൻ്റെ ചരിത്രം ഹാനോക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആദം കണ്ട കാര്യങ്ങൾ ഹാനോക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് ഹാനോക്ക് കുറിച്ചു വെച്ചിരുന്നു. ഹാനോക്ക് മാത്രമല്ല, ആ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാം, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരൊക്കെ അപ്പച്ചന്മാർ കുഞ്ഞുങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കഥ പറഞ്ഞു കൊടുത്ത് ഈ വിവരങ്ങൾ അറിയാവുന്നവരാ. അങ്ങനെ കേട്ടുകേൾവികൾ ധാരാളം ഉണ്ടായിരുന്നു. ആ കേട്ടുകേൾവികൾ പലതും മോശ കേട്ടിട്ടുണ്ട്.
ഹാനോക്ക് എഴുതി വച്ചിരുന്നതൊക്കെയും മോശ പഠിച്ചിട്ടുണ്ട്. മോശയെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കേണ്ടതിന് വേണ്ടി ദൈവം അദ്ദേഹത്തെ ഫറവോൻ്റെ പുത്രിയുടെ മകനായി കൊണ്ടുവരികയും മിസ്രൈമിലെ സകല വിദ്യയും ജ്ഞാനവും അദ്ദേഹത്തെ അഭ്യസിപ്പിക്കുകയും ചെയ്തു. താൻ അവിടെ സ്മാർട്ട് ബോയ് ആയിരുന്നു. മിസ്രൈമിലെ സകല ജ്ഞാനവും വിദ്യയും വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അങ്ങനെ പഠിച്ചു ആ മോശയാണ് ഇത് എഴുതിയത്. മോശയല്ലാതെ ഇത് എഴുതുവാൻ യോഗ്യനായ ഒരാൾ ഇല്ലായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്? BC 2000 ഇത് എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. BC 2000 മോശ ഇത് എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. BC 4000 ആദമിൻ്റെ സൃഷ്ടി. അപ്രോക്സിമേറ്റ്ലി, ഇതെല്ലാം അപ്രോക്സിമേറ്റ്ലി BC 4000 ആദമിൻ്റെ ജനനം. ദൈവ നിശ്വാസികമായൊരു വാക്ക് ഇന്ന വർഷം എന്ന് നോഹയെക്കുറിച്ച് പറയുന്നില്ല, ആദമിനെക്കുറിച്ച് പറയുന്നില്ല. BC 1804 ജോസഫ് മരിക്കുന്നത്. ഏറെക്കുറെ 1800-കളിൽ 1804 ജോസഫ് മരിക്കുന്നതെന്ന് കണക്കാക്കുന്നു. ആ ചരിത്രം വരെ ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ജോസഫ് മരിച്ച ശേഷം BC 1446 വീണ്ടും ഒരു 100 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞാണ് മോശയുടെ ജനനം. മോശ ജനിച്ച് ഒരു 100 വർഷം കൂടി എങ്കിലും കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയത്. അങ്ങനെ ആണെങ്കിൽ BC 2000 കൂടെയാണ് ഇത് എഴുതിയത് എന്ന് പൊതുവെ വ്യക്തമാണ്. ഇതിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ ഭൂമിയെ വളരെ ഫെർട്ടൈൽ ലാൻഡായി കാണാം. സമർത്ഥമായി വളരുന്ന ഒരു ഭൂമി, വളരുന്ന വൃക്ഷങ്ങൾ, സസ്യങ്ങൾ എല്ലാമൊക്കെയാണ്. അതിനകത്ത് നന്നായി കൃഷി ചെയ്യാൻ ഒരുപാട് കഥയും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഭൂമി നന്നായി വിളഞ്ഞു വന്ന ഒരു 2000 വർഷം ഉണ്ടായിരുന്നു. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ആ കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ കാണാം. 2, 12-ാം അധ്യായം മുതൽ 36-ാം അധ്യായം വരെ അബ്രഹാമിനെ കുറിച്ച് കാണാം, ഇസ്രയേലിനെ കുറിച്ച് കാണാം. ഒരു 2000 വർഷത്തെ ചരിത്രം അവരുടേതുണ്ട്. ഒരു 2000 വർഷം ഭൂമി ആദ്യമേ വളരെ ഫെർട്ടൈലായിട്ട് കിടന്നു. അത് കഴിഞ്ഞാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചത് മുതൽ ഇസ്രയേലിൻ്റെ ചരിത്രം കൊടുത്തിരിക്കുന്നത് വരെ ഉള്ള ചരിത്രം കൊണ്ട് ഒരു 2000 വർഷം കൂടെ പോകുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെങ്ങും വരുന്നില്ല. സത്യത്തിൽ ജോസഫിൻ്റെ മരണം വരെ വരുന്നുള്ളൂ. അവിടം വരെ കൊണ്ട് അടുത്ത 2000 വർഷത്തെ കഥ പറയാനുണ്ട്. 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ ഈജിപ്തിനെ കുറിച്ചാണ് പറയുന്നത്. മിസ്രൈമിൽ ജനം എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. ഇനിയും ഇതിനകത്തെ അല്പം കൂടെ ഗൗരവമായി, ഇത് കേവലം ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് പല ഇൻ്റർനെറ്റുകൾ തപ്പിയാൽ കിട്ടുന്നതാണ്. കിട്ടാത്തൊന്നും ഇതിനകത്തില്ല. ഇനിയത്തേത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഡയറക്റ്റ് റെഫറൻസസ് എന്നവ. ഇതിന് നമുക്ക് ശാസ്ത്രം ആശ്രയിക്കേണ്ട, ഇതിന് ബൈബിൾ മാത്രം ആശ്രയിച്ചാൽ മതി. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഡയറക്റ്റ് റെഫറൻസസ്. ക്രിസ്തു എന്ന പേരവിടെ പറയുന്നില്ല, പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കും. നമുക്കത് കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് ഉൽപ്പത്തി പുസ്തകം ക്രിസ്തുവിനെക്കുറിച്ച് ഡയറക്റ്റായി സംസാരിക്കുന്നത്. സീഡ് ഓഫ് ദ വുമൺ, സ്ത്രീയുടെ സന്തതി എന്ന് ക്രിസ്തുവിനെ അവിടെ വിളിക്കുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി എന്ന ആശയമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന പദപ്രയോഗം യേശുവിനെ മാത്രം കുറിക്കുന്ന പദമാണ്. യേശുവിനെ മാത്രം കുറിക്കുന്ന പദമാണ്. അങ്ങനെ യേശുവിനെക്കുറിച്ചുള്ള 1-ാമത്തെ ഡയറക്റ്റ് റെഫറൻസ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ലുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളൊക്കെയും എഴുതിയത്, പഴയ നിയമ പുസ്തകം മുഴുവൻ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവരുണ്ട്, അവർ പറഞ്ഞോട്ടെ, ഇന്ന് നമ്മളത് തർക്കിക്കുന്നില്ല. പക്ഷേ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായ മറപൊരുളുകളുണ്ട്, വളരെ വ്യക്തമായ മറപൊരുളുകളുണ്ട്. 2-ാമത്തെ റെഫറൻസ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറയുകയാണ്, നിന്നിൽ
ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എല്ലാ വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ രക്ഷ കരസ്ഥമാക്കിയവർ കൃപയാലുണ്ട്. ഒരു ജാതിയല്ല, ഒരു മതമല്ല, ഒരു രാജ്യമല്ല, ഒരു സമൂഹമല്ല, സകല ജാതികളിൽ നിന്നും ഭൂമിയിലെ സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. അത് ക്രിസ്തു മുഖേനയാണ്. കാര്യം അബ്രഹാമിൻ്റെ കൊച്ചുമകനായി ക്രിസ്തു ജനിച്ചു. ആ ക്രിസ്തുവിൽ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളിൽ ഭൂമി മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം കാണാം. അടുത്തത് 21-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്നുള്ളവനല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അബ്രഹാമിന് 2 മക്കൾ ജനിച്ചു. ആദ്യത്തിൽ ആ 2 പേരെ കുറിച്ചാണ് മെയിൻ റെഫറൻസസ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കെതൂറയിൽ നിന്ന് മക്കൾ ജനിച്ചിട്ടുണ്ട്. കറക്റ്റ് അക്കൗണ്ടൊന്നും എനിക്കില്ല. അബ്രഹാമിന് പല മക്കളുണ്ട്. അതിനകത്ത് ഒന്നാമതായി ജനിച്ച ഇസ്മായിലിനെ കുറിച്ചും വളരെ അനുഗ്രഹിക്കപ്പെട്ട് രണ്ടാമത് ജനിച്ചതായ ഇസഹാക്കിനെ കുറിച്ചും എഴുതിയിരിക്കുന്നു. ഈ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവനാണ് നിന്റെ സാക്ഷാൽ സന്തതി എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന 1-ാമത്തെ പ്രയോഗമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഞാൻ നിനക്കൊരു സന്തതിയെ തരും എന്ന് പറഞ്ഞു. ഇസഹാക്കിൽ നിന്നായിരിക്കും അവൻ ജനിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സന്തതി, സാക്ഷാൽ സന്തതി, ഇവിടെ യേശുവിനെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കുന്നു. ഒന്ന് സ്ത്രീയുടെ സന്തതി, ഇവിടെ വന്നപ്പോൾ സാക്ഷാൽ സന്തതി, അനുഗ്രഹിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. 3 അവസാനത്തേത് 49-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ എന്ന് യേശുവിനെ വിളിക്കുന്നു. സകല ജാതികളുടെ മേലും ഭാഷകളുടെ മേലും വംശങ്ങളുടെ മേലും ജാതികളുടെ മേലും. കരുതിനെ മുഴുവനും ഈ ഭൂമിയിലാണ് സൃഷ്ടിച്ചത്. തൻ്റെ സകല സൃഷ്ടിയുടെ മേലും തനിക്ക് അധികാരമുള്ളവൻ. താൻ തന്നെയാണ് സൃഷ്ടിച്ചത്. സകല മൃഗജാലങ്ങളെയും സകല പക്ഷി മൃഗ ആദികളെയും എല്ലാം സൃഷ്ടിച്ചവനായ സാക്ഷാൽ സൃഷ്ടാവായ യഥാർത്ഥത്തിൽ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. യഹൂദ ഗോത്രത്തെ യാക്കോബ് അപ്പച്ചൻ അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹമായത്. യാക്കോബിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അവകാശമുള്ളവൻ യാക്കോബെ നിങ്കിൽ നിന്ന് വരും, യഹൂദേ നിന്നിൽ നിന്ന് വരും. യാക്കോബിൽ നിന്നാണ്, യാക്കോബിൻ്റെ മകനാണ് യഹൂദ, നിന്നിൽ നിന്ന് വരും. അവിടെ വന്നപ്പോഴത്തേക്ക് യാക്കോബിൻ്റെ കാലം കഴിഞ്ഞ് 12 ഗോത്രങ്ങളായി പിരിയുകയാണ്. ഇതിലേത് ഗോത്രത്തിലായിരിക്കും യേശുവിൻ്റെ ജനനം? യഹൂദ ഗോത്രത്തിലായിരിക്കും. അവകാശമുള്ളവൻ വരുവോളം സകല പ്രപഞ്ചത്തിൻ്റെ മേലും യേശു അധികാരം സ്ഥാപിക്കും. യേശു രാജാവ് എന്നൊരു വിളി നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ൽ കാണാം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ നീങ്ങിപ്പോകയില്ല, അവകാശമുള്ളവൻ എന്ന് യേശുവിനെ വിളിച്ചു. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലെ ചില വ്യക്തികളെ യേശുവിൻ്റെ ഉപമകളായി ചിത്രീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പഴയ നിയമ പ്രതിപുരുഷന്മാരായി ചിലരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവരുടെ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ യേശുവിൻ്റെ പല സ്വഭാവങ്ങളും പ്രകൃതികളും വിശദീകരിച്ചു തരുന്നതുമാണ്. ഒന്ന്, ആദാം തന്നെ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിപുരുഷനാണ്. ഒന്നാമത്തെ ആദാമെന്നും ഒടുക്കത്തെ ആദാമെന്നും 2 പേരിൽ പഴയ ആദാമിനെയും യേശുവിനെയും പൗലോസ് അപ്പോസ്തലൻ സംബോധന ചെയ്യുന്നുണ്ട്. ആദാമിൻ്റെ ജനനം, അവർ തമ്മിലുള്ള സാമ്യം നോക്കുകയാണ്. ആദാമിൻ്റെ ജനനം, അദ്ദേഹത്തിന് മാതാവില്ല പിതാവില്ല, നേരിട്ട് ദൈവത്തെങ്കിൽ നിന്ന് ജനിച്ചവനാണ്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചവനാണ്. അതുപോലെയാ യേശു, മാതാവില്ല പിതാവില്ല, നേരിട്ട് ദൈവത്തെങ്കിൽ നിന്നും വന്നവനാണ്. ജനനം ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. 2 പേരെയും ദൈവം സൃഷ്ടിക്കുന്നത് പ്രത്യേക ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ആദാം ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പോളജിയാണ്. ഒരു ടൈപ്പോളജി, എക്സാക്ട് നിഴലൊന്നുമല്ല, ഒരു ടൈപ്പോളജിയാണ്. 2, ഒന്നാമത്തെ ആദം ജഡമനുഷ്യൻ്റെ യഥാർത്ഥ തലയാണ്. ജഡമനുഷ്യൻ്റെ, നമ്മളെല്ലാം ജഡത്തിൽ നിന്നുള്ളവരാണ്, ആദാമിൽ നിന്നുള്ളവരാണ്. ആദാമ്യ പാപത്തിന് അടിമകളാണ്, ആദാമ്യ സ്വഭാവത്തിന് അടിമകളാണ്. ആദാമിൻ്റെ യഥാർത്ഥ ജഡീക സ്വഭാവം ഉള്ള സകല ജഡമനുഷ്യൻ്റെയും, ജഡത്തിൽ വസിക്കുന്ന സകല മനുഷ്യൻ്റെയും തല സത്യത്തിൽ ആദമാണ്. കാര്യം ഒരു മനുഷ്യനിലാണ് ഇത് ചെന്ന് നിൽക്കുന്നത്. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ആത്മമനുഷ്യൻ്റെ തലയാണ്. ഒന്നാമത്തെ ആദാം
ജഡമനുഷ്യൻ്റെ തലയായിരിക്കുന്നത് പോലെ ഒടുക്കത്തെ ആദാമായ യേശു ആത്മമനുഷ്യൻ്റെ തലയാണ്. ടൈപ്പോളജിക്കലി ആദാം യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. 2, ഹാബേൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഹാബേൽ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ദൈവത്തിന് പ്രസാദമായ യാഗം കഴിച്ചവനാണ് ഹാബേൽ. ഹാബേലിൻ്റെ യാഗം ദൈവത്തിന് പ്രസാദമായിരുന്നു. ആട്ടിൻകുട്ടികളിൽ ഒന്നിനെ കൊണ്ടുവന്ന് രക്തച്ചൊരിച്ചിലുള്ള ഒരു യാഗം നടത്തി. കായൻ്റെയും ഹാബേലിൻ്റെയും രണ്ടുപേരുടെയും യാഗങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. യഹോവ കായേനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. എന്തായിരുന്നു കായൻ്റെ യാഗത്തിൻ്റെ തകരാറ്? ഞാൻ ചെറിയ ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരോ അന്നുണ്ടായിരുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവരുടെ അറിവിൻ്റെ അകത്ത് നിന്നുകൊണ്ടല്ലേ അവർ സംസാരിക്കുകയുള്ളൂ. അവരിങ്ങനെ പഠിപ്പിച്ചിരുന്നു. അന്നത് സുഗ്രീവാജ്ഞ പോലെ ഞാൻ എടുത്തു. അവരന്ന് പഠിപ്പിച്ചിരുന്നു, കായൻ യാഗം കഴിക്കാൻ വരുമ്പോൾ പേടും കുരുടും നിഷിദ്ധമായതും ഒക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷെ വേദപുസ്തകത്തിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ കായൻ യാഗം കഴിക്കുന്ന കാലത്ത് പേടുണ്ടാകത്തില്ലായിരുന്നു. എവിടെ ചെന്നാൽ ഇവർ പേട് കൊണ്ടുവരുന്നത്? അങ്ങനൊരു സാധനം ഇല്ല, അങ്ങനൊരു പേട് കൊണ്ടുവരത്തില്ല. അന്ന് ഭൂമി അതിൻ്റെ പൂർണ്ണ വീര്യം കൊടുത്തിരുന്നു. പൂർണ്ണ വീര്യത്തിൽ നിന്ന് മാത്രമേ അന്ന് ഭൂമിയിൽ വിളവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പേടും കുരുടും ഇല്ലായിരുന്നു. പിന്നെ എവിടെയായിരുന്നു കായൻ്റെ യാഗത്തിൻ്റെ ദോഷം? ദൈവത്തിന് പ്രസാദമുള്ളത് എന്ത് എന്ന് അദ്ദേഹം ശരിക്കും അന്വേഷിച്ചിട്ടില്ല. അപ്പനോടും അമ്മയോടും ചോദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ. കാര്യം ഏദൻ തോട്ടത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കണക്കനുസരിച്ച് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമും ഹവ്വയും പാപം ചെയ്യുമ്പോൾ ദൈവം അവർക്ക് തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്ത്, കാരണം തേജസ് അവരെ വിട്ടുപോയി. അവരുടെ ആരംഭ സൃഷ്ടിയിൽ അവർ പരിശുദ്ധരായിരുന്നു. ഞാനൊരു വാക്ക് ഒന്ന് കയറ്റി പറയുന്നത് വേദപുസ്തകം അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി ആയതുകൊണ്ട്, അല്ലാത്തവർ ദയവായിട്ട് അതങ്ങ് മറന്നേക്കാം. ആ ഒരു ഭാഗം അങ്ങ് നിങ്ങൾ കേട്ടില്ലെന്ന് വിചാരിച്ചേക്കാം. നമ്മളെല്ലാം വിശുദ്ധന്മാരായിട്ടാണ് കർത്താവ് ചിത്രീകരിക്കുന്നത്, പരിശുദ്ധന്മാരായിട്ടല്ല. പരിശുദ്ധൻ കർത്താവല്ലാതെ വേറെ ആരുമില്ല. ആദം ഹവ്വമാരുടെ സൃഷ്ടിയിൽ ആരംഭത്തിൽ അവർ പരിശുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ പലരെയും പരിശുദ്ധരെന്ന് വിളിക്കാറുണ്ട്. അത് മണ്ടത്തരമാണ്. നമ്മൾ വിശുദ്ധന്മാരാകണം, ആയേ മതിയാകും. പക്ഷെ പരിശുദ്ധൻ എന്ന് പറയുന്നത് തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവരാണ്. ആദമും ഹവ്വയും പരിശുദ്ധരായിരുന്നു. എന്നാൽ അവർ സാത്താൻ്റെ വാക്ക് കേട്ട അന്ന് നമ്മുടെ അപ്പച്ചന് പറ്റിയത്, അദ്ദേഹത്തിൻ്റെയും അമ്മച്ചിക്ക് പറ്റിയത് അമ്മച്ചിയുടെയും തേജസ്സിൻ്റെ വസ്ത്രങ്ങൾ നഷ്ടമായി. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു, അവരെ തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി ദൈവം അണിയിച്ചു. സ്കിന്നെന്ന് തന്നെ അവരത്, മരവിരിയല്ല, മരത്തിൻ്റെ തോലുകൊണ്ടല്ല, മൃഗത്തിൻ്റെ തോലുകൊണ്ടാണ്. സ്കിന്നെന്ന് തന്നെയാണ് പറയുന്നത്. പിതാവായ ദൈവം അവിടെ ഒരു ആടിനെ യാഗം കഴിക്കുകയും ആ ആടിൻ്റെ രക്തം പാപപരിഹാരത്തിനു വേണ്ടി അർപ്പിച്ച് ആടിൻ്റെ മാംസം യാഗപീഠത്തിങ്കിൽ കയറ്റി ആടിൻ്റെ തോല് കൊണ്ട് ആദം ഹവ്വമാരെ ഉടുപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കിയെന്ന് പറയുന്നത്. ഹാബേല് യാഗം കഴിക്കുന്ന സമയത്ത് അപ്പച്ചനോട് ചോദിച്ച്, യാഗം എങ്ങനെയാണ്? എൻ്റെ കോമൺ സെൻസ് അനുസരിച്ച് എൻ്റെ കൂടുതലുള്ളത് കൃഷി ആണ്, ധാന്യങ്ങളാണ്. അതുകൊണ്ട് കൃഷിസ്ഥലത്തു നിന്ന് കിട്ടുന്നത്, ഞാൻ അവിടെ ആഫ്റ്റർ ഓൾ ഭൂമിയിൽ അധ്വാനിക്കുന്നവനാണല്ലോ, എനിക്കുള്ളത് കൊണ്ട് യാഗം കഴിക്കാം എന്നാണ് കായൻ പറഞ്ഞത്. ആ പ്രകൃതി ദൈവത്തിന് വേണേൽ ഇഷ്ടപ്പെടട്ടെ, ദൈവത്തിന് ഇഷ്ടമാണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്ന പലരുമുണ്ട്. നോ 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 അങ്ങനല്ല. ദൈവത്തോട് ചോദിച്ചേ പറ്റൂ ഏതാ വേണ്ടതെന്ന്. ഞാനൊരു ഉദാഹരണം കൂടെ പറയാറുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ, ബാംഗ്ലൂരിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു ഡോക്ടർ MK ഗുണശേഖരൻ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ MK ഗുണശേഖരൻ അവിടുത്തെ CEDT, സെൻട്രൽ ഫോർ ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് ടെക്നോളജിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, HOD ആയിരുന്നു. ഡോക്ടർ MK ഗുണശേഖരന് ഞാനും രണ്ടുപേരും കൂടെ ഒരുമിച്ച്, ഞാൻ പണ്ടൊരു കുറച്ച് നാൾ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്. 1984-85 ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഗുണശേഖരൻ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ മാനേജരും അദ്ദേഹം R&D മാനേജരുമായിരുന്നു. ഡോക്ടർ MK ഗുണശേഖരന് 35 വയസ്സ് വരെ വിവാഹം കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ. 34, 35, 36, 35 എന്നാണ് എൻ്റെ ഓർമ്മ, അപ്രോക്സിമേറ്റ്ലി. അതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ.
അദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ ഒരിക്കലും മുഷിച്ചിലില്ലാതെ എനിക്ക് മനസ്സിലാകുന്ന പോലെ ഇരുന്ന് പെൻസിലും പേപ്പറും എടുത്ത് വരച്ച് പഠിപ്പിച്ച് എഴുതി പഠിപ്പിച്ച ആളാണ്. എന്നെ പഠിപ്പിച്ചതാണ്. എനിക്കത് അന്നും പ്രയോജനപ്പെട്ടു, ഇന്നും വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. പല ടെക്നിക്കൽ ഇൻഫർമേഷൻസും അല്ലെ കാൽക്കുലേഷൻസും അദ്ദേഹത്തിൻ്റെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹം ഞങ്ങളുടെ R&D മാനേജറായിരുന്നു, PhD ഹോൾഡർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് വിന്നർ, ഇതെല്ലാം ഒക്കെ ആയിരുന്നു. ഓക്കെ, ഗുണശേഖരന് ഒന്നിനും നേരമില്ല. എക്സ്പെരിമെൻ്റ് ഇത് മാത്രമേ ഉള്ളായിരുന്നു ഗുണശേഖരന്. അതുകൊണ്ട് അദ്ദേഹം ഹോട്ടലിലൊക്കെ പോകുന്നതൊക്കെ വളരെ വളരെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ലേറ്റായിട്ട് പോയി അവിടുത്തെ എല്ലാം തീർന്ന ശേഷം അവിടുന്ന് ഭക്ഷണം കഴിക്കുക, കിട്ടുന്ന ഉണക്ക ചപ്പാത്തി അവർ റിസർവ് ചെയ്ത് കുറച്ച് വെച്ചേക്കും, അതെല്ലാം കുടിങ്ങിനൊക്കെയാണ്. ഇതൊക്കെയായിരുന്നു ഇയാൾ കഴിക്കുന്നത്. അപ്പോൾ പൊതുവെ ഞങ്ങളുടെ കമ്പനിയിൽ, ഓർഗനൈസേഷനിൽ, ഓഫീസിലൊക്കെ ഒരു സംസാര വിഷയമായിരുന്നു, ഗുണശേഖരൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, പെണ്ണ് കാണാൻ നേരമില്ല, അയാൾ എക്സ്പെരിമെൻ്റ് തന്നെ ഉള്ളൂ, ഇതിനകത്തൊന്നും അയാൾ ഇറങ്ങത്തില്ല, ലാബിൽ നിന്ന് ഇറങ്ങത്തില്ല, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. നല്ല കാര്യം. ഒരു ദിവസം ഞാൻ ഓർത്ത് ഗുണശേഖരനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് അദ്ദേഹത്തിന് ഒരു ഊണ് കൊടുക്കണം. ഗുണശേഖരന് എന്താ താല്പര്യമെന്ന് അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് ചോദിച്ചില്ല. എന്തോ എനിക്ക് അന്ന് അത്രയും അറിയാൻ വയ്യായിരുന്നു, അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. എനിക്കന്ന് അത്രയും അറിയാൻ വയ്യായിരുന്നു. 1985 അത്രയും അറിയുള്ളായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പ്യൂൺസിനോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും നടക്കുന്ന, അദ്ദേഹത്തിൻ്റെ ബേറർ ജോലിയൊക്കെ ചെയ്യുന്ന 2 പ്യൂണന്മാർ പിള്ളേരുണ്ടായിരുന്നു. ഇവരോട് ഞാൻ ചോദിച്ചു, ഗുണശേഖരൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തുവാ? അദ്ദേഹത്തെ ഞാൻ ഒരു ദിവസം ലഞ്ചിന് വിളിക്കുന്നുണ്ട്, ഒന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. ഗുണശേഖരനെ അങ്ങനെ ഒന്ന് വിളിച്ചാൽ ഒന്നും വരത്തില്ല, നിർബന്ധിച്ചാലേ വരത്തുള്ളൂ. അപ്പോൾ ആ പിള്ളേരെന്നോട് പറഞ്ഞു, ചിക്കനാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്, ചിക്കൻ ഏത് രീതി വെച്ചാലും, കോഴിയിറച്ചി ഏത് രീതി വെച്ചാലും അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അത് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു. അധികം എരി ഉണ്ടാകരുത്. ഓക്കെ, എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ പല രീതിയിൽ ചിക്കൻ ഉണ്ടാക്കി. ഗുണശേഖരനെ ഞാൻ വിളിച്ചു, അദ്ദേഹം പറഞ്ഞ ദിവസം വന്നു. ഞങ്ങൾ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചുമന്ന അരിയുടെ ചോറും സാമ്പാറും ഒരു മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് തീരെയില്ലായിരുന്നു. ചിക്കൻ പല രീതിയിൽ വെച്ചു. ഇതെല്ലാം കൂടെ ഗുണശേഖരനെ വിളമ്പി. അദ്ദേഹം വന്നപ്പോൾ വിളമ്പി. അദ്ദേഹം എന്നോട് ചോദിച്ചു, വർഗീസേ, എനിക്ക് വേറൊരു ടേബിൾ തരാൻ നോക്കുമോ? കാര്യം എനിക്ക് ഇറച്ചിയുടെയും മീനിൻ്റെയും മണം ശരിയാകില്ല, ഞാൻ ബ്രാഹ്മണനാണ്. ഞങ്ങളാകെ നടുങ്ങി. വളരെ വിശിഷ്ട അതിഥിയായി അദ്ദേഹത്തെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ചിക്കനാണ്. അയാൾ ചിക്കൻ കഴിക്കത്തില്ല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അതാണെന്ന് ഈ പിള്ളേർ കളിപ്പിച്ചത് കാരണമാണ് പറ്റിയത്. ഞങ്ങളാകെ വിഷമിച്ചു. എൻ്റെ ഭാര്യ പറഞ്ഞു, ചുരുക്കം വെജിറ്റബിൾസും മോരുകറിയും ചോറും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഗുണശേഖരൻ അടുത്ത വശം പറയുന്നത്, വർഗീസേ, ഞാൻ സാധാരണ ഈ ചുമന്നരിയുടെ ചോറ് കഴിക്കാറില്ല, വെളുത്ത പച്ചരിയാണ് എനിക്കിഷ്ടം, നീ കൂടെ എൻ്റെ കൂടെ നമുക്ക് ഹോട്ടലിൽ പോകാം. ഞാൻ പറഞ്ഞു, ഗുണശേഖരൻ ക്ഷമിക്കണം, ഈ പിള്ളേരാണ് പറഞ്ഞത്, അവന്മാരും വിളിച്ചിട്ടുണ്ട് ഞാൻ, ഈ പിള്ളേരാണ് പറഞ്ഞത് നിനക്ക് ചിക്കനാണ് ഇഷ്ടമെന്ന്, അതുകൊണ്ടുണ്ടാക്കിയതാണ്. അരി അവരോട് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. ഗുണശേഖരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവന്മാർക്ക് ഇതാ ഇഷ്ടം, അതിനവർ പറഞ്ഞതാ. എൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് അവർക്ക് ചിക്കൻ കിട്ടാറില്ല, അതുകൊണ്ട് അവർക്കിത് ഇഷ്ടം, അതുകൊണ്ട് അവർ കഴിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ഹോട്ടലിൽ പോകാം, പോയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാം. ശരിയാണ്. ഗുണശേഖരന് ഇഷ്ടമുള്ളത് എന്ത് എന്ന് അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. കായേന് പറ്റിയ അബദ്ധമത. എന്ത് ദൈവത്തിന് കൊടുക്കണം എന്ന് അദ്ദേഹം ആരോടും ചോദിച്ചില്ല. വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് കുറവായിരുന്നു എന്ന് ഉറപ്പാണ്. തലക്കനം കയറി കാണും, ഞാനാണ് മൂത്തത്, ഞാനാണ് മിടുക്കൻ, ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു കാണും. ദൈവം എനിക്ക് നിനക്ക് നോക്കി ഒരുപോലെ, അതുകൊണ്ട് കൊണ്ടുപോയി ഒരു യാഗം കഴിച്ചു. ദൈവം കായേനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ദൈവപ്രസാദമുള്ളതല്ലായിരുന്നു. മുന്നോട്ട് വരട്ടെ. ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ളത് യാഗം കഴിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പാൻ ഹാബേലിന് ഒരളവിൽ സാധിച്ചു. ഇനിയും ഹാബേലിനെ പോലെ യേശുക്രിസ്തുവും യാഗമായി തീർന്നു. പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി യേശു തന്നെത്താൻ അർപ്പിച്ചു. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം യേശുവിനുണ്ട് എന്ന് ബൈബിൾ സാക്ഷീകരിക്കുന്നു. അങ്ങനെ ഹാബേൽ യേശുവിൻ്റെ രണ്ടാമത്തെ ടൈപ്പോളജിയാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. 3, മൽക്കീസദേക്ക് യേശുവിൻ്റെ ടൈപ്പോളജിയാണ്.
മൽക്കീസദേക്കിനെ കുറിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായം പറയുന്നത്, മൽക്കീസദേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ പുരോഹിതനാണ്. അവന് ജീവാരംഭമില്ല, ജീവ അവസാനമില്ല. എബ്രായ ലേഖനം 7:3. അവന് അവസാനമില്ല, ജീവ ആരംഭമില്ല, മാതാവില്ല, പിതാവില്ല, ഒന്നുമില്ല. അവൻ ക്രിസ്തുവിന് തുല്യനാണ്. ശാലേൻ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നാണ് തൻ്റെ ആദ്യത്തെ പേര്. ഞാൻ ഒരു ദിവസം ദശാംശത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിനെ എതിരേറ്റു വരികയും അബ്രഹാമിനെ അനുസരിക്കുകയും ഒക്കെ ചെയ്തത്. അടുത്തത് അബ്രഹാം ക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയാണ്. അബ്രഹാമിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അബ്രഹാം ക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ നിഴലായി അബ്രഹാമിനെ പലയിടങ്ങളിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അതെ, വിശ്വാസികളുടെ യഥാർത്ഥ പിതാവ് യേശുവാണ്. പക്ഷേ വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അടുത്തത് ഇസഹാക്ക് യേശുക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയാണ്. യാഗപീഠത്തിങ്കൽ കയറി ഇറങ്ങിയവൻ. അദ്ദേഹത്തിന് 13 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുണ്ട് നിശ്ചയം. 13 ഖണ്ഡിതമായി പറയുന്നവരുണ്ട്, 19 അദ്ദേഹത്തിന് പ്രായമെന്ന് പറയുന്നവരുണ്ട്. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ മകൻ്റെ പ്രായമാണ്, അങ്ങനെയൊക്കെ വാദിക്കുന്നവരുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, നമ്മളാരോട് ഇല്ലായിരുന്നല്ലോ. രണ്ടായാലും 13 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു മോനെയാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോയത്. അവൻ്റെ വളർച്ചയ്ക്ക് അബ്രഹാമിനെ പിടിച്ചൊരു തള്ളു തള്ളിയാൽ അബ്രഹാം താഴെപ്പോകാനുള്ളതേ ഉള്ളൂ. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ജനിച്ചവനാണ്. ഇപ്പം ഏതാണ്ട് 120 വയസ്സെടുക്കുന്ന അബ്രഹാമിന്. അപ്പം ഈ മകനെ സ്വമനസ്സാൽ ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ യാഗപീഠത്തിന്മേൽ കയറ്റാനൊക്കത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു ഗെത്സമനയിൽ നിലവിളിക്കുമ്പോൾ, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെന്ന് പറഞ്ഞതുപോലെ സ്വമേധയാ യാഗപീഠത്തിന്മേൽ കയറി മരിക്കാതെ ഇറങ്ങിയവനാണ് ഇസഹാക്ക്. യേശു മരിച്ച ശേഷം ഉയർത്തവനാണ്. യാഗപീഠത്തിങ്കൽ കയറി ഇറങ്ങിയവൻ, ദൈവത്തിന് ബലിയാകുവാൻ സ്വയം സമർപ്പിച്ചവൻ എന്നിങ്ങനെ കാണാൻ കഴിയും. അതും യേശു ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പോളജിയാണ്, ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഇനി ഞാൻ ഇതിൻ്റെ ചില താക്കോലാശയങ്ങളിലേക്ക് ഇറങ്ങാൻ പോകും. താക്കോലാശയങ്ങളിൽ ഒന്നാമത്തേത് ഒത്തിരി എണ്ണത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഉൽപ്പത്തിയിലാണ്. ഒരുപാട് കാര്യങ്ങളുടെ ആരംഭം കുറിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആദി, സമയത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അവിടെയാണ്. ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. സൃഷ്ടി ആരംഭം കുറിക്കുന്നത് ഉൽപ്പത്തിയിലാണ്. മനുഷ്യൻ ആരംഭം കുറിക്കുന്നത് ഉൽപ്പത്തിയിലാണ്. പാപം, ജീവൻ, പാപത്തിൻ്റെ പരിഹാരം, മരണം, മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ശബത്ത്, വിവാഹം, മക്കളുടെ ജനനം, ആദ്യത്തെ കൊലപാതകം, രാജ്യങ്ങൾ, പട്ടണങ്ങൾ, ഭാഷ, യാഗം, വീണ്ടെടുപ്പ് എന്നിങ്ങനെ സകലതിൻ്റെയും ആരംഭം, ഒട്ടുമുക്കാലിൻ്റെയും ആരംഭം നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തിയിലാണ്. ഉൽപ്പത്തിയുടെ അതിപ്രധാനമായ ആശയം സകലത്തിൻ്റെ ഉൽപ്പത്തിയാണ്. എല്ലാത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. ഇനി ഇതിൻ്റെ താക്കോൽ വാക്യമായി എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന് യേശു ക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മളത് കണ്ടതാണ്. താക്കോൽ വാക്യവും അത് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന താക്കോൽ വാക്യം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. 12-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അതൊരു താക്കോൽ വാക്യമാണ്. 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പിതൃഭവനത്തെയും സ്വദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും, നിന്റെ പേർ വലുതാക്കും. ദൈവം അനുഗ്രഹിച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിച്ചൊരു ദേശമാക്കും, രാജ്യമാക്കും, ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നിതാണ്. താക്കോൽ വാക്യങ്ങളിൽ രണ്ടാമതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. താക്കോലാധ്യായം 15-ാമത്തെ അധ്യായമാണ് താക്കോലാധ്യായമായി ഉപയോഗിക്കുന്നത്. അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു കവനൻ്റ്,
അല്ലെങ്കിൽ ഒരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യുക. കവനൻ്റ് എന്ന പദം ഞാനിവിടെ ഒന്ന് വിശദീകരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ തലമുറയിൽ കവനൻ്റ് എന്ന പദം ഒന്ന് വിശദീകരിക്കുന്ന കൊള്ളാം. കാര്യം നമ്മൾ സാധാരണഗതിയിൽ കവനൻ്റ് എടുക്കുന്നതിൽ ഒന്ന് ദൈവത്തോട് നമ്മൾ നിശ്ചയമായിട്ടൊരു കവനൻ്റ് എടുത്തവരാണ്, അല്ലാത്തവരെ ദൈവമക്കളെന്ന് വിളിക്കാൻ കൊള്ളുകയില്ല. നമ്മൾ ദൈവമായിട്ടൊരു കവനൻ്റ് ഉണ്ട്. രണ്ടാമത്തെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ നാം ഒരു പിരിയത്തില്ല, ഒരുമിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു കവനൻ്റാണ് നമ്മൾ മലയാളികൾ പൊതുവെ, മലയാളി ക്രിസ്ത്യൻസ് പൊതുവെ എടുക്കാറുള്ള കവനൻ്റ്. ഈ കവനൻ്റ് ദൈവം അബ്രഹാമുമായി ഉറപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അവിടെ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറയുക, കൽപ്പന കൊടുത്തു. ആ കൽപ്പനയുടെ പുറത്ത് കണ്ടീഷണൽ വാഗ്ദത്തമാണ്. നീ നിന്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും സ്വദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം, നിയോഗവും കൽപ്പനയുമാണ്. അതിനെ തുടർന്നൊരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നിന്നെപ്പോലൊരു വലിയ ജാതി ഉണ്ടാകത്തില്ല, നിന്നെപ്പോലൊരു വലിയ രാജ്യം ഉണ്ടാകത്തില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു. എന്നാൽ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ സഹിതം ദൈവം അതിനെ ഉറപ്പിച്ചു. ഇത് ഒന്ന് എടുത്തേ പറ്റത്തുള്ളൂ. അവിടെയാണ് ദൈവിക കവനൻ്റ് കാണുന്നത്, ദൈവിക കവനൻ്റ്. ഈ ഭാഗം ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ. ഒത്തിരി പ്രാവശ്യം ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിനെ 2 രീതിയിൽ കേട്ടിട്ടുണ്ട്. 2 രീതിയിൽ ഏത് രീതിയാണ് നല്ലതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വിശദീകരിക്കാൻ വേണ്ടി. രണ്ടും തൊട്ടേക്കാം. വലിയ വ്യത്യാസമൊന്നും തമ്മിലില്ല. ചാവുകടൽ ലിഖിതങ്ങൾക്കകത്തു നിന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ കുറേ കിട്ടുന്നത്. വേറെ ചിലത് യഹൂദന്മാരുടെ പാരമ്പര്യ പുസ്തകങ്ങളിലുണ്ട്. ഈ പാരമ്പര്യ പുസ്തകങ്ങളൊന്നും അല്ലാത്തതിനാൽ അതിനകത്തെ കാര്യങ്ങൾ ഇൻഫർമേഷന് വേണ്ടി പറ്റിയതാണെങ്കിലും അത് ഡോക്ട്രിനലായി, അതോറിറ്റിയായി നമ്മൾ അംഗീകരിക്കുന്നില്ല. ഞാൻ അംഗീകരിക്കത്തില്ല. ചാവുകടൽ ലിഖിതങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം പറയാറുണ്ട്. ഇപ്പോൾ ജനുവരി 26 അങ്ങോട്ട് കഴിഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ ചരിത്രം അനുസരിച്ചും 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1946 നവംബർ മാസം 4-ാം തീയതി ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിനൊന്നും ബൈബിളിൽ രേഖയില്ല. അതുകൊണ്ട് ഇത് ആധികാരികമല്ല. ഒരു പക്ഷേ കണക്ക് അവിടെ ഇവിടെയൊക്കെ തെറ്റാം. ഞാൻ നവംബർ 4 എന്ന് ഇവിടെ പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് എൻ്റെ കൊച്ചുമോൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചാൽ അപ്പച്ച നാളെയാണെന്ന് അവൻ പറയും, അല്ലെ ഇന്നലെയായിരുന്നു എന്ന് പറയും. കാര്യം അവിടെ ദിവസം വേറെ ആയിപ്പോയി. ആധികാരികമായിട്ടത് പറയാനൊക്കത്തില്ല. ഭൂമിക്ക് മൊത്തം അത് ബാധകമല്ല. എന്നാൽ അത് ചരിത്രമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് ബൈബിളിലില്ല. ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് തള്ളിക്കളയത്തില്ല. ഇന്നൊരു സഹോദരി എൻ്റെ അടുക്ക് വന്ന് അല്പം നിലവിളിച്ചു. എന്നെ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു വിമിഷ്ടമുണ്ടായി. നിലവിളിച്ചു. എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം അവരോട് വരുമ്പോൾ അവരും ഭർത്താവും കൂടി ഒന്നിച്ചാ വന്നേ. ഭർത്താവ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് നിത്യതയിലോട്ട് പ്രവേശിച്ചു. നിശ്ചയമായിട്ടും എന്നെ കണ്ടപ്പോൾ അവർക്ക് ആ ദുഃഖമുണ്ട്. അവരുടെ സ്വന്തം അപ്പനെ കണ്ട പോലെ, സ്വന്തം ബ്രദറിനെ കണ്ട പോലെ ആ മരണശേഷം ഞാൻ ആദ്യമാണ് ഇന്നവരെ കാണുന്നത്. അവർ നിന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. കണ്ട ഉടനെ ഒന്ന് കരഞ്ഞു. നമ്മുടെ സിസ്റ്ററെ പേരങ്ങ് വിട്ടുപോയി, പേര് ഒന്നുകൂടെ പറയണേ എന്ന് പറഞ്ഞോടെ എന്നോട് പേര് പറഞ്ഞു. ആ പേര് ബൈബിളിലില്ല, പക്ഷെ ഞാൻ അതുപോലെ അംഗീകരിക്കുന്നത് അത് തന്നെ അവരുടെ പേര്. അത് നിത്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആധികാരിക വിഷയമല്ല. അതേസമയത്ത് രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും സ്നാനപ്പെടുന്നതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെക്കുറിച്ചും ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചും സ്വർഗം തീരുമാനിച്ചതുപോലെ വേണം. ദൈവത്തിൻ്റെ വിധി ബൈബിളിൽ നിന്ന് പ്രമാണം തപ്പണം. ബൈബിളിൽ പ്രമാണം ഇല്ലാത്ത പലതുമുണ്ട്. അങ്ങനെയുള്ളതിൽ ഒന്നാണ് ഞാനിപ്പോൾ 1-2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ അബ്രഹാമിന് ഒരു പ്രായമായിട്ടും അബ്രഹാമിന് മക്കളില്ല. ദൈവം അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു, വാഗ്ദത്തം കേട്ട് അബ്രഹാം പല നാളിരുന്നു. കർത്താവേ, എനിക്കൊരു മകനെ തരാമെന്ന് പറഞ്ഞു. എൻ്റെ മകനെ തരണം പറഞ്ഞതല്ലാതെ കർത്താവ് ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും, മകനെ തരും. ഈ ദൈവിക ദൂതുകളുടെ പ്രത്യേകത അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. നടക്കുന്നതിന് മുമ്പേ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടെന്ന് വരാം. നമ്മൾ ഭൂമിയിലെങ്ങാണമായിരുന്നെങ്കിൽ ആ പ്രവാചകനെ വിളിച്ച് നീ കള്ളപ്രവാചകനാന്ന് പറഞ്ഞ് തള്ളിയനെ. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഇത് പ്രവചിക്കുന്നത് യഹോവയായ ദൈവമാണ്. ഞാൻ നിനക്കൊരു സന്തതിയെ തരും, മോനല്ല സന്തതിയെ തരും. പക്ഷെ നടക്കുന്നില്ല.
ദൈവത്തെ കള്ളപ്രവാചകനെന്ന് വിളിക്കാനും പറ്റിയില്ല. എവിടെയോ എന്തൊക്കെയോ സംഗതികൾ, ദൈവിക രഹസ്യങ്ങളുണ്ട്. ഒരു ദിവസം യഹോവയായ ദൈവം വന്നിച്ച് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്കൊരു മോനെ തരും. അബ്രഹാം നേരെ ചോദിച്ചു, ഞാൻ എന്നാ കൊണ്ട് അറിയും? ഒത്തിരി നാളായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ പല പ്രവാചകന്മാരോട് പറഞ്ഞാലും അവർക്ക് ദേഷ്യം വരും. കൃപയാൽ ദൈവത്തിന് ദേഷ്യം വന്നില്ല. ദൈവം യഹോവയായ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എന്തോന്നിനാൽ അറിയും. ആ കാലഘട്ടങ്ങളിൽ നിയമങ്ങൾ ഉറപ്പാക്കേണ്ടതിന്, ഇന്ന് നമ്മളൊരു വസ്തു വേറൊരാൾക്ക് വിറ്റെങ്കിൽ ആ നിയമം ഉറപ്പാക്കാനായി നമ്മൾ മുദ്രപത്രത്തിൽ എഴുതി രജിസ്റ്റർ കച്ചേരി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ സീൽ അതിൽ വെക്കും. അങ്ങനെയാണ് ഇന്നത്തെ ഉറപ്പിക്കുന്നത്. ഇന്നത്തെ കവനൻ്റ് അതാ. അക്കാലങ്ങളിൽ കവനൻ്റ് കൊടുക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. രജിസ്റ്റർ കച്ചേരിയില്ല, സാധാരണക്കാരൻ എഴുതി വെക്കുന്ന പതിവുമില്ല, മുദ്രപത്രവും ഇല്ല. ആ കാലങ്ങളിൽ അവർ ഉടമ്പടി ഉറപ്പാക്കിയിരുന്നത് എഴുത്തുകൊണ്ടല്ല, ഒരു ക്രിയ കൊണ്ടാണ്. വാക്കുകൊണ്ടാണ് സ്ഥലം കൈമാറുന്നത്. അത് ദൈവം പല പ്രാവശ്യം പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെ നിനക്ക് തരിക. പക്ഷെ പറഞ്ഞതല്ലാതെ ഇതൊന്നും ഉറപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ ഉറപ്പിക്കാതെ വന്നതിനാൽ ദൈവം അബ്രഹാം ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ അറിയും, എങ്ങനെ അറിയും? അതിന് കർത്താവ് പറഞ്ഞ അന്നത്തെ പതിവ്, അർമേനിയൻ കസ്റ്റംസ് എന്നാണ് ഞാനതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. അർമേനിയൻ സമ്പ്രദായത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് 3, 5, 7 ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന മൃഗങ്ങളെ കൊണ്ടുവരും. പക്ഷികളുമാകാം. പ്രാക്കളാണെങ്കിൽ ഒരു പക്ഷിക്ക് പകരം 2 പക്ഷി വേണം. ഓക്കെ, മൃഗങ്ങളുടെ അങ്ങോട്ട് നിൽക്കട്ടെ, തുടങ്ങട്ടെ. ആദ്യമേ 3 മൃഗങ്ങളെ കൊണ്ടുവന്ന് ഇരിക്കട്ടെ. 3 മൃഗങ്ങളെ കൊണ്ടുവന്നു അവയെ ഒത്ത നടുവെ പിളർക്കണം. പിളർന്ന് 2 കഷണമാക്കണം. ഇത് ഒത്തിരി ആശയങ്ങൾ ഇതിനകത്തുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. മൃഗങ്ങളെ പിളർന്ന് 2 കഷണമാക്കണം. അതിൻ്റെ നടുവിൽ നിന്ന് കുടലും പണ്ടവും തീമ്പണ്ടവും അല്ലെങ്കിൽ അല്പം അശുദ്ധിയുള്ള ഭാഗങ്ങൾ എടുത്ത് കളയണം. മൂത്രപിണ്ഡം 2 പറിച്ചെടുത്ത് കളയണം. ഇങ്ങനെ അല്പസ്വല്പം അശുദ്ധിയുള്ളത് സാധാരണഗതിയിലും പറിച്ചെടുത്തും കളയണം. കളഞ്ഞിട്ട് ശേഷമുള്ള കഷണങ്ങളെ ഇടവും വലുവുമായി വെക്കണം. ഞാൻ ഈ കൈ കാണിക്കുന്നത് കണ്ടാൽ അത് മനസ്സിലാവും. ഇടവും വലവുമായി അവയെ വെക്കണം. നാച്ചുറലി അതിനകത്തു നിന്നുള്ള രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിലെല്ലാം രക്തമായിരിക്കും. 3 മൃഗങ്ങളെ, 3 പിളർന്നു, ഇടത്തും വലത്തുമായിട്ട് വെച്ചു. അബ്രഹാം 2 പക്ഷികളെയും കൂടെ കൊണ്ടുവന്നു. പക്ഷികളെ വെക്കാം. പക്ഷികളെ കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് പ്രാവാണെങ്കിൽ 2 കഷണമാക്കാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ ഒരു പ്രത്യേക പ്രമാണമുണ്ട്, പ്രാവിനെ പിളർന്ന് 2 കഷണമാക്കരുത്. കാര്യം പ്രാവ് സഭയെ ചിത്രീകരിക്കുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ ദൈവം, സഭ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ആർഗ്യുമെൻറ്റ്. കാര്യം അതിനോട് ഉഴപ്പുന്ന യാതൊരു ഉദാഹരണങ്ങളും ദൈവവചനത്തിൽ ഉപയോഗിക്കത്തില്ല. സഭയോടാണ് ഇതിനെ ഉപമിക്കുന്നത്. ആകയാൽ 2 കഷണമാക്കരുത്. പലരും സഭ പൊളിച്ച് പകുതിയും കൊണ്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കിട്ടിയതിനെയും കൊണ്ട് പോകുന്നവരുണ്ട്, ഒത്തതിനെയും കൊണ്ട് പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ മറക്കല്ല്, ഈ സഭ പൊളിക്കുന്നവനെ അല്ലെങ്കിൽ പ്രാവിനെ പിളർക്കുന്നവനെ സ്വർഗം പിളർക്കും. ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. എനിക്ക് ഭയങ്കര മിനിസ്ട്രിയാണ്, ഞാൻ ആ സഭ പൊളിച്ച് അവിടുന്ന് 10 എടുത്തു, മറ്റേ സഭ പൊളിച്ച് ഇവിടുന്ന് 3 എടുത്തു എന്നൊക്കെ പറയും. എൻ്റെ പൊന്നുമോനെ, എല്ലാ ശുശ്രൂഷയുടെയും അവസാനത്തിൽ നരകത്തിൽ പോയി കിടന്ന് പല്ല് കടിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പണ്ടൊരിക്കൽ ഡോക്ടർ KPO എന്നാൻ പറഞ്ഞത്, നരകത്തിൽ ഭയങ്കര ചൂടാ, പോകാൻ നോക്കല്ലേ, ഭയങ്കര ചൂടാ. അതാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാ, ഭയങ്കര ചൂടാ. അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. അങ്ങോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണ്ട. അബ്രഹാമും 2 പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ടർട്ടിൽ അതിൻ്റെ ഡൗ എന്നെഴുതി, ഒരു പ്രാവിനെയും ഒരു കുറുമ്പ്രാവിനെയും. ഒന്ന് പഴയ നിയമസഭയെയും വേറൊന്ന് പുതിയ നിയമസഭയും ചിത്രീകരിക്കുന്നതാണ്. അബ്രഹാം പഴയ നിയമത്തിലെ പിതാവാണ്, പുതിയ നിയമത്തിലെയും പിതാവാണ്. ആകയാൽ 2 പ്രാക്കളെ അബ്രഹാം കൊണ്ടുവന്നു. അവയെ അബ്രഹാം കട്ട് ചെയ്തു പോലുമില്ല, 2 കഷണമാക്കിയില്ല. അങ്ങനെ ആക്കരുതെന്ന് പ്രമാണമുണ്ട്. കീറി പോലുമില്ല. അല്പമായ നിയമത്തിൻ്റെ സാധ്യത ഉപയോഗിച്ച് അതിനെ പിളർന്ന് അതിൻ്റെയും അശുദ്ധ ഭാഗങ്ങൾ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് 2 പീസാക്കാതെ 1 പീസായി വെക്കേണ്ടതായിരുന്നു. പക്ഷെ അബ്രഹാം ചെയ്തില്ല. അബ്രഹാം പക്ഷികളെയും പിളർക്കാതെ വെച്ചു. 2 മൃഗങ്ങളെയും 1 പക്ഷിയെ കൂടെ വെച്ചു. നീ 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആ വയസ്സ് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഒരു പശുക്കിടാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ കീറി, മൃഗങ്ങളെ കീറി, പക്ഷികളെ കീറാതെ 2 ഖണ്ഡമായി വെച്ചു. യഹോവയായ ദൈവം ഇറങ്ങി വരണം.
അന്നത്തെ പ്രമാണത്തിൽ പക്ഷികളെയും മൃഗങ്ങളെയും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഖണ്ഡങ്ങളുടെ നടുവിലേക്ക് വസ്തുക്കൾ എഴുതി കൊടുക്കുന്നയാൾ മുൻപിലും വസ്തുക്കൾ വാങ്ങുന്നയാൾ പിൻപിലുമായി ഈ ഖണ്ഡങ്ങളുടെ മധ്യത്തിലൂടെ നടക്കണം. ഈ രക്തത്തിലൂടെ അവർ ചവിട്ടി നടക്കണം. ചവിട്ടി നടന്നിട്ട് ഇതിൻ്റെ മധ്യഭാഗമാകുമ്പോൾ മുൻപിൽ നടന്നയാൾ പുറകോട്ട് തിരിഞ്ഞു നിൽക്കണം. പുറകിൽ നടന്നയാൾ നടന്നു വന്ന അതേ ദിശയിൽ മുൻപിലേക്ക് തിരിഞ്ഞു നിൽക്കണം. മുൻപിൽ നടന്നയാൾ പിൻപിലേക്ക് തിരിയണം. ഇവർ രണ്ടും കൂടെ മുഖത്തോട് മുഖം കാണണം. ആ മുഖത്തോട് മുഖം കാണുമ്പോൾ ഈ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒന്നാമത്തെ ആൾ പറയണം, ഇന്നയിടം മുതൽ ഇന്നിടം വരെയുള്ള സ്ഥലങ്ങൾ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇന്ന സർവേ നമ്പറുള്ള സ്ഥലം, ഇന്ന അതിർത്തി മുതൽ ഇന്ന അതിർത്തി വരെ, നമ്മുടെ പഴയ മലയാളത്തിൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് സഹിതം നിനക്കും നിൻ്റെ അനന്തര തലമുറകൾക്കും വെച്ചനുഭവിക്കുവാൻ നിനക്ക് ഇന്ന് ഞാൻ തീറാധാരമായി തന്നിരിക്കുന്നു. ഇത് പറയണം. അല്ലെങ്കിൽ ആ സ്ഥലം നിനക്ക് തന്നിരിക്കുന്നു എന്ന് അന്നത്തെ ഭാഷാ ശൈലിയിൽ പറയണം. പുറകെ പോയയാൾ വാങ്ങുന്നയാൾ, ഞാനത് ഏറ്റുവാങ്ങിയിരിക്കുന്നു, ഇതിന് പ്രതിഫലമായി ഞാൻ ഇന്ന തുക നിനക്ക് ഇന്ന സമയത്ത് തന്നിരിക്കും. നീ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾക്ക് വെളിയിൽ നീ ഒന്നിനും അത് ഉപയോഗിക്കരുത്. കള്ളുഷാപ്പ് നടത്താൻ ഉപയോഗിക്കത്തില്ല. അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ സ്ഥലം അനുവദിക്കുന്നതല്ല എന്നിങ്ങനെ ദൈവവുമായി ഒരു ഉടമ്പടി ഉള്ളത് അബ്രഹാം അങ്ങോട്ടും പറയണം. ഇതാണ് പ്രമാണം. അബ്രഹാം അതിനുവേണ്ടി യഹോവയായ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അബ്രഹാം ഇരുന്നിരുന്ന് നേരം വൈകിട്ടും യഹോവയായ ദൈവം വരുന്നില്ല. പകരം യഹോവയായ ദൈവം വരുന്നതിന് പകരം റാഞ്ചൻ പക്ഷികൾ വന്നു. ആ റാഞ്ചൻ പക്ഷികളെ അബ്രഹാം ആട്ടിക്കളഞ്ഞു. ആ ഭാഗം ഞാനൊന്ന് വിശദീകരിക്കുക. റാഞ്ചൻ പക്ഷികളെ അബ്രഹാം ആട്ടിക്കളഞ്ഞു. മറക്കരുത്, യഹോവയായ ദൈവം വരാൻ താമസിച്ചാൽ റാഞ്ചൻ പക്ഷികൾ നമ്മുടെ ആരാധനയിൽ ഇറങ്ങും. ആരാധിച്ച് ഒത്തിരി നാൾ ആരാധിച്ചു, ഇപ്പോൾ അങ്ങ് മുഷിഞ്ഞു മടുത്തു, ഇപ്പോൾ ആരാധനയ്ക്ക് വരുന്നില്ല. ശരിയാകുകയില്ല. മക്കൾ ഒട്ടും വരത്തില്ല. എന്തു പറ്റി? അവരങ്ങ് മടുത്തു. എന്താ പറ്റിയെന്നറിയാമോ? ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടായില്ല. ആരാധനയിൽ യഹോവയുടെ സാന്നിധ്യം, ദൈവസാന്നിധ്യം ഇറങ്ങി വന്നില്ല. സന്ധ്യയായപ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര. റാഞ്ചൻ പക്ഷി അദ്ദേഹം ആട്ടി. വേറൊരു കാര്യം, ഞാൻ ആരാധിച്ചത് ശരിയാകാതെ വന്നതുകൊണ്ട് എൻ്റെ മേൽ പോരാട്ടം ഉണ്ടായാൽ, റാഞ്ചൻ പക്ഷി വന്നാൽ അതിനെ ഞാൻ തന്നെ ആട്ടുകയുള്ളൂ, ദൈവം വരത്തില്ല. എൻ്റെ ആരാധനയുടെ മേൽ റാഞ്ചൻ പക്ഷി ഇറങ്ങിയാൽ ഞാൻ തന്നെ ആട്ടിയേ പറ്റൂ. ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, ആത്മലോകത്തിനകത്ത് പരിശോധന നടത്തേണ്ടതുണ്ടെങ്കിൽ പരിശോധന നടത്തണം. ഞാൻ തന്നെ നേരെയായാലേ പറ്റൂ, ദൈവമായിട്ട് ഒന്നും ചെയ്യത്തില്ല. അബ്രഹാം റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞു. സന്ധ്യയായപ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര വന്നു. ഗാഠനിദ്ര എന്നവിടെ പറയുന്ന പദം ടർഡേമ എന്ന എബ്രായ വാക്ക ഉപയോഗിച്ച്. ടർഡേമ അതൊരു നൗണാണ്. അതിൻ്റെ വെർബൽ ഫോമാണ് റാഡ്. വേദപുസ്തകത്തിൽ പലർക്കും ഈ അനുഭവങ്ങളുണ്ട്. അബ്രഹാമിനുണ്ട് ടർഡേമ ഓർ റാഡ്, ഈ അനുഭവങ്ങളുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഫോർ എ സൂപ്പർ നാച്ചുറൽ പർപ്പസ് എ പേഴ്സൺ ഈസ് മെയ്ഡ് ടു സ്ലീപ്പ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി. ദൈവത്തിന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം സാധിക്കേണ്ടതിന് ദൈവമായി അബ്രഹാമിനെ ഉറക്കുക, ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ഉറക്കുക, അതിനെയാണ് ടർഡേമ എന്നും റാഡമെന്നും പറയുന്നത്. ഇന്നത്തെ ആത്മവിവശത എക്സാക്ട്ലി അതാ. അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു. അബ്രഹാം ആ നിദ്രയിൽ കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് അബ്രഹാം ഒരു കാഴ്ച കാണുക. ഇതാ പുകയുന്ന ഒരു തീക്കുണ്ടം ഖണ്ഡങ്ങളുടെ നടുവേ കൂടെ പോന്നു. ജ്വലിക്കുന്ന ഒരു പന്തം അതിൻ്റെ പുറകെ പോന്നു. ഇനി അന്നുണ്ടായിരുന്ന ആ പഠിപ്പിക്കലുകളിൽ 2 പഠിപ്പിക്കലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 വ്യക്തികളും ഖണ്ഡങ്ങളുടെ നടുവിലൂടെ ഇറങ്ങി മുഖത്തോട് മുഖം അവർ തിരിഞ്ഞു നിന്നു. അവർ മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്ന് കൊടുക്കുന്നയാളും വാങ്ങിക്കുന്നയാളും തമ്മിൽ ഉഭയസമ്മതം ചെയ്തു, പ്രതിഷ്ഠ ചെയ്തു, കവനന്റ്. ഇവിടെ പറയുന്നത് രണ്ടാമതൊരു കൂട്ടർ പറയുന്നത് 2 പേരുടെയും കയ്യിൽ ഓരോ കത്തി കാണും. എൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ഞാൻ അവരൻ്റെ കൈ ഒന്ന് മുറിക്കും, അവരൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അദ്ദേഹം എൻ്റെ കൈ ഒന്ന് മുറിക്കും. വിരൽത്തുമ്പാന്നോ മുറിക്കുന്നത്, എവിടമാണ് മുറിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ, ആരും വ്യക്തത പറഞ്ഞിട്ടില്ല. രണ്ടായാലും
മനുഷ്യ രക്തത്തിൻ്റെ ഓരോ തുള്ളിയും കൂടെ അതിനകത്ത് വീഴും. മൃഗത്തിൻ്റെ രക്തവും മനുഷ്യൻ്റെ രക്തവും ഒരുമിച്ച് കിടക്കുമ്പോൾ അവിടെ നിന്നും കൊണ്ടാണ് ഇവർ തമ്മിൽ ഉഭയസമ്മതം ചെയ്യുന്നത്. ഈ വസ്തു നിനക്ക് തന്നിരിക്കുന്നു. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് അറിയുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ 3 വയസ്സ് പ്രായമുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുപോവാ, പശുക്കിടാവിനെയും കൊണ്ടുപോവാ, ആട്ടുകൊറ്റനെ കൊണ്ടുപോവാ, പ്രാക്കളെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അബ്രഹാം ഇവയെ കൊണ്ടുവച്ചു. സമയത്തിനെങ്ങും ആരും വന്നില്ല. പക്ഷെ സമയം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. ഇതാ പുകയുന്ന ഒരു തീക്കുണ്ടം കഷണങ്ങളുടെ നടുവിൽ തീക്കുണ്ടം നടന്നു. പുറകിൽ ജ്വലിക്കുന്ന ഒരു അഗ്നി. പുകയുന്ന തീക്കുണ്ടം പിതാവായ ദൈവത്തെ കുറിക്കുന്നതാ. മഹാതീയുടെ കുണ്ടമാത്. ഇന്നും ആരാധന അംഗീകരിക്കുന്നവനാ. ധൂപവർഗം ഏറ്റുവാങ്ങുന്നവനാ. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം തിരുമുമ്പിൽ ചെന്നു. ധൂപവർഗം ഏറ്റുവാങ്ങുന്നവനാ. പുകയുന്ന ഒരു തീക്കുണ്ടം കഷണങ്ങളുടെ മധ്യേ പോന്നു. അതിൻ്റെ പുറകിൽ ജ്വലിക്കുന്ന ഒരു പന്തം, അത് യേശുവാ. ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു ഇതിൻ്റെ പുറകെ പോകാം. ഇവർ രണ്ടുപേരും കൂടാണ് നടുക്ക് നിൽക്കുന്നത്. അബ്രഹാം കിടന്ന് ഉറങ്ങുക, മറക്കരുത്. അബ്രഹാം ആത്മവിവശത കിടക്കുക. അബ്രഹാം കാണുന്ന കാഴ്ചയായത്. അവനൊരു ആത്മവിവശതയില്ല, അവിടെ കിടക്കുക. ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അബ്രഹാമിന് ഞാൻ സന്തതിയെ കൊടുക്കും. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ അബ്രഹാമിന് അവൻ്റെ മക്കൾക്കും ശാശ്വത അവകാശമായി കൊടുത്തിരിക്കുന്നു. റാറ്റിഫിക്കേഷൻ ഡീഡ് പറഞ്ഞു. അബ്രഹാമിനെ എന്താ ഉണർത്താത്തത്? ഇതാണ് കവനന്റ്. അബ്രഹാമിനെ എന്താ ഉണർത്താത്തത്? ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഒരിക്കൽ പറഞ്ഞൊരു വാചകം എൻ്റെ അകത്ത് അതുപോലെ കയറി. അബ്രഹാം ദൈവത്തോട് ചോദിച്ചെന്നിരിക്കട്ടെ, കർത്താവേ, അങ്ങെന്താ എന്നെ ഉണർത്താഞ്ഞത്? മോനെ, ഞങ്ങൾ പിതാവും പുത്രനും രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നെന്ന് മറക്കല്ലേ. നീ ഒരു മനുഷ്യനാ, ഞാൻ ദൈവമാണ്. ഞാനും നീയും തമ്മിലൊരു ഉടമ്പടി ചെയ്താൽ മോനെ, നിന്നെ കൊണ്ട് തികയ്ക്കാൻ ഒക്കത്തില്ല. പലപ്പോഴും നിനക്ക് മിസ്റ്റേക്ക് വന്നെന്ന് വരാം. മോനെ, ഇവിടെ മിസ്റ്റേക്ക് നിൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും എൻ്റെ മകൻ നിനക്ക് പകരം മരിക്കും. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തീർത്തോളാം. ഞാൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനാ. എൻ്റെ ഭാഗത്തുനിന്ന് നിവർത്തിച്ചോളാം. ഈ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവർ തമ്മിൽ എടുക്കുന്ന ഉടമ്പടി ഇതാ. ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ നിയമത്തിൽ നിന്നും പറഞ്ഞ പ്രമാണത്തിൽ നിന്നും അല്പമെങ്കിലും വഴുതിപ്പോയാൽ, ഫ്രാത്ത് മുതൽ മഹാനദി എന്ന് പറഞ്ഞത് 1 ഇഞ്ച് കുറഞ്ഞു പോയാൽ, അബ്രഹാമേ, നീ എന്നെ ഇതുപോലെ കൊന്നോളാനാ. ഈ മൃഗങ്ങളെ പിളർന്നിട്ടിരിക്കുന്നത് പോലെ നീ എന്നെ പിളർന്നിട്ടോളാനാ പറയുന്നത്. ഇല്ല മോനെ അബ്രഹാമേ, ഞാനും നീയും തമ്മിലൊരു ഉഭയസമ്മതം ചെയ്താൽ നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നെന്ന് വരാം. കാര്യം നീ മനുഷ്യനാ. അഥവാ നീ തെറ്റിയാൽ എൻ്റെ പുത്രനാ പുറകെ നടന്നത്, അവൻ നിനക്ക് പകരം മരിച്ചുകൊള്ളും. ഇറ്റ്സ് എ കവനന്റ്. ഞാൻ നിന്നെ ഉദ്ധരിച്ചിരിക്കുക. ഇറ്റ്സ് എ കവനന്റ്. ഞാൻ നിന്നെ ഉദ്ധരിച്ചിരിക്കുക. ഒരുത്തൻ തെറ്റിയാലും അവരിന് തെറ്റാൻ കഴിയാത്ത ഒരു ഉടമ്പടി ബന്ധത്തെയാണ് കവനന്റ് എന്ന് വിളിക്കുന്നത്. വിവാഹവേദികളിൽ പറയുന്നവർ ദയവായി ശ്രദ്ധിക്കണം. ദൈവത്തോടൊരു പ്രമാണം ചെയ്തവർ ദയവായി ശ്രദ്ധിക്കണം. നാം ദൈവവുമായി ഒരു കവനന്റ് റിലേഷൻ വരിക. യേശുവിൻ്റെ 30ാമത്തെ വയസ്സിൽ യേശു യോഹന്നാനാൽ സ്നാനപ്പെട്ടു. അവിടെ മുതൽ അന്ന് സ്നാനപ്പെട്ട അന്ന് സ്വർഗത്തിൽ നിന്നൊരു കൽപ്പനയുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു. പിതാവായ ദൈവം ക്രിസ്തുവിനെ ഒന്നുകൂടെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ മുതൽ 3.5 വർഷം കഴിഞ്ഞപ്പോൾ ക്രൂശിൻ്റെ മേൽ തൂങ്ങപ്പെട്ട യേശുവിനെയാണ് അബ്രഹാമിൻ്റെ മുമ്പിൽ ചിത്രീകരിച്ച് വെച്ച് പറഞ്ഞത്, 3.5 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. പിതാവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എവിടെ പശുക്കിടാവ്? മോനെ, കാൽവറിയിലോട്ട് നോക്ക്. അതാ 3.5 വർഷം പ്രായമുള്ള ഒരു പശുക്കിടാവ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് കൽപ്പനയുണ്ടായതു മുതൽ 3.5 വർഷമായപ്പോൾ തന്നെ കാൽവറിയിൽ തൂക്കിയിട്ട് രക്തമൊഴുക്കുവാൻ കാര്യം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിൽ ദൈവം നിൽക്കുന്നു. ദ കവനന്റ്. നമുക്കും ദൈവത്തോട് കവനന്റ് സൂക്ഷിക്കാം. ഒരുപാട് നീണ്ടുപോകുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ആ കവനന്റ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ വാഗ്ദത്തം ഉണ്ടെങ്കിലും അതിനെ റൈറ്റിഫിക്കേഷൻ നടത്തി പൂർണ്ണതയിൽ ഉറപ്പിക്കുന്നത് അവിടെയാണ്.
15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ കാര്യം കാണാം. ഇനിയും ലാൻഡ് ആദ്യത്തെ ദിവസങ്ങളിൽ ഇറ്റ് വാസ് ഫെർട്ടൈൽ ലാൻഡ്. ഒരു 12,000 വർഷം അങ്ങനെ പോയി. 2, അബ്രഹാമിനോട് ദൈവം രാജ്യം പ്രോമിസ് ചെയ്തു. അബ്രഹാമിനോട് നിനക്ക് ഞാനൊരു രാജ്യം തരാം, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിനക്ക് ഞാൻ തരാം, ഭൂമി മുഴുവൻ എൻ്റെയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു വലിയ ചേഞ്ച് നടന്നു. നിമ്രോദിൻ്റെ വീഴ്ചയോടുകൂടെ, നിമ്രോദിൻ്റെ കാലമായപ്പോൾ മനുഷ്യൻ്റെ 3ാമത്തെ വീഴ്ച നടന്നു. ഏദൻ തോട്ടത്തിൽ അരുത് എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ട് 1ാമത്തെ വീഴ്ച നടന്നു. കസ്റ്റംസും പാറ്റേൺസും ദൈവിക പാറ്റേണുകൾ തെറ്റിച്ചുകൊണ്ട് വീണുപോയ ദൂതന്മാരുടെ സമ്പ്രദായത്തിലേക്ക് ഇറങ്ങി മാറിയതിനാൽ 2ാമത്തെ വീഴ്ച നോഹയുടെ ജലപ്രളയത്തിന് മുമ്പേ നടന്നു. ആ കാരണത്താൽ ജലപ്രളയമുണ്ടായി. വീണ്ടും ജാതീയ സമ്പ്രദായത്തിലേക്ക് പോയി വീണുപോയ ദൂതന്മാരുടെ വേഷവിധാനങ്ങളോടുകൂടെ, കൾച്ചറോടുകൂടെ, സിസ്റ്റങ്ങളോടുകൂടെ മനുഷ്യൻ നടന്നതിനാൽ 3ാമത്തെ വീഴ്ച ഉണ്ടായി. ആ 3ാമത്തെ വീഴ്ച ദൈവം അബ്രഹാമിനെ അന്ന് തിരഞ്ഞെടുക്കുന്നത്. ദൈവം അന്ന് ഈ ആകെയുള്ള ഭൂമിയെ 2ആയി തിരിച്ചു. സത്യത്തിൽ വളരെ വിശദമായ ഒരു പഠനഭാഗമാണ്. ഞാൻ പോകുന്ന പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ബഥേലിൽ വ്യക്തമായി എടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ 22 മില്യൺ സ്ക്വയർ കിലോമീറ്ററിൻ്റെ തൊട്ട് മേളിലാണ് 22,000 സംതിങ് 22,000 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റേഴ്സാണ്, മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഭൂമിയുടെ ആകെ വിസ്തീർണത. അതിനകത്ത് 25 ലക്ഷത്തിൽ ഒരു ഭാഗം, 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രം അബ്രഹാമിന് വേർതിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാക്കി മുഴുവൻ നാട് ഞാൻ ജാതികൾക്കായിട്ട് വിൽക്കുക, ഞാനിതിനെ ഭൂഖണ്ഡങ്ങളായി തിരിക്കുക, ലാൻഡ് ഞാൻ ഉടയ്ക്കുക. പക്ഷേ അബ്രഹാമേ, നിനക്ക് ഞാനൊരു ഇച്ചിരിയും തരാം. നീ എൻ്റെ പ്രമാണം അനുസരിക്കുക അബ്രഹാമേ, നിന്നേക്കാൾ വലിയൊരു ജാതി ഉണ്ടാകത്തില്ല. നിനക്കാകപ്പാടെ തരാൻ പോകുന്നത് വളരെ ചില്ലറയാ. 25 ലക്ഷത്തിലൊരു ഭാഗം, ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിലൊരു ഭാഗം അപ്രോക്സിമേറ്റ്ലി അതാ നിനക്ക് തരുന്നത്. ഫ്രാത്ത് മുതൽ മഹാനദി വരെ ഞാൻ ഭൂമി മുഴുവനും ഉണ്ടാക്കി, അത് എൻ്റെ ലാൻഡാ. അതിനകത്തുനിന്ന് നിനക്ക് വേണ്ടി ഞാൻ ഒരല്പം പകുത്തു തരാം. ഈജിപ്തിനടുത്തൂടെ ഒഴുകുന്ന ഫ്രാത്ത് മുതൽ മഹാനദി വരെ നിനക്ക് ഞാൻ തരാൻ പോകുകയാണ്. 2, ഞാൻ നിന്നെ ഒരു ജാതിയാക്കി മാറ്റും. നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നിൻ്റെ സന്തതി വളർന്നു വരും, അവർ നിൻ്റെ കൂടെ കാണും. 3, ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് നിനക്ക് തരിക. 1, നിനക്കൊരല്പം ലാൻഡ് തരാം. 2, ലാൻഡിനെ ഞാനൊരു നേഷനാക്കി മാറ്റിത്തരാം. നിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ അവകാശികളാക്കി തരാം. 3, വലിയ അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇനിയും ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു 4 വ്യക്തികളെ കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് കയറ്റി ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ടൈപ്പോളജിയായി 4 വ്യക്തികളെ വീണ്ടും. അബ്രഹാം അനുഗ്രഹത്തിൻ്റെ ഉറവിടം, അനുഗ്രഹത്തിൻ്റെ ഉറവിടം. കാര്യം അദ്ദേഹത്തോട് ദൈവം പ്രമാണം പുതുക്കുന്നതൊക്കെ വളരെ വിചിത്രമാണ്, വളരെ വിചിത്രമാണ്. 2, ഇസഹാക്ക്. ഇസഹാക്കിന് ആക്ച്വലി ആത്മലോകത്തിലോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ യാക്കോബിൻ്റെ കയ്യിലേക്ക് വാഗ്ദത്തം കൈമാറുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ഇസഹാക്കിൻ്റെ. ഇസഹാക്കിനെ കൊണ്ട് വലിയ കാര്യമൊന്നും സാധിച്ചില്ല. യാക്കോബിനെ കൊണ്ട് സാധിച്ചു, അബ്രഹാമിനെ കൊണ്ട് സാധിച്ചു. ഇസഹാക്ക് ഒരു ഇടനിലക്കാരനായിരുന്നു. നിങ്ങളീ പലരും ദൈവകൃപയുടെ ഇടനിലക്കാരായി എങ്കിലും നിൽക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. 10 പേരെ കർത്താവിലേക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 10 പേരെ സഭയിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ കഴിയും. 10 പേരോട് യേശുവിനെക്കുറിച്ച് പറയുന്ന ഇടത്ത് ചെല്ലാൻ, ഗൈഡ് ചെയ്യാൻ കഴിയും. മിസ്ഗൈഡ് ചെയ്യാൻ 10,000-ങ്ങളുണ്ട്, മിസ്ഗൈഡ് ചെയ്യാൻ 10,000-ങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുവാൻ 10,000-ങ്ങളുണ്ട്. നിയമങ്ങൾ മുതൽ പലതും ദൈവത്തിന് വിരോധമായി നിൽക്കുമ്പോൾ ദൈവത്തിന് അനുകൂലമായി ചിന്തിക്കുവാൻ കഴിയുന്ന ഇസഹാക്കുമാർക്കായി സ്തോത്രം. ഇസഹാക്ക് വലിയ കാര്യമൊന്നും ചെയ്തില്ല, പക്ഷേ യാക്കോബിന് ആശയങ്ങൾ കൈമാറി. 3ാമത്തെ വ്യക്തി യാക്കോബ. അദ്ദേഹത്തിൻ്റെ പേര് വരെ ദൈവം മാറ്റി. അദ്ദേഹത്തിൻ്റെ പേര് ദൈവം ഇസ്രയേൽ എന്നാക്കി. നമ്മുടെ സമയമാകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി വിശദീകരിക്കുന്നില്ല. മേ ബി വേറൊരവസരത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നുകൂടെ തൊട്ടൊന്ന് വരാം. ഏറ്റവും ഒടുവിൽ ജോസഫ് ഒന്നുമില്ലാത്തവനായി തുടങ്ങി
അധികാരസ്ഥനായി ഭൂമിയിൽ മാറി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി പരിഗണിച്ചു. ക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയും കൂടെയാണ് അദ്ദേഹം. ജോസഫ് ഒരു സ്വകുടുംബത്തെ രക്ഷിച്ചെടുക്കുന്ന ഒരു നല്ല വ്യക്തിയാണ്. കീ പേഴ്സണാലിറ്റി 4 പേരുണ്ട്: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. കീ പേഴ്സണാലിറ്റീസ്. ഞാൻ കീ ആശയങ്ങൾ, താക്കോൽ ആശയങ്ങൾ ചിന്തിച്ചു, താക്കോൽ വാക്യങ്ങൾ എടുത്തു, താക്കോൽ അധ്യായം വിശദീകരിച്ചു. 4 അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. 4 വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു, താക്കോൽ വ്യക്തികൾ. ആരംഭകാല ചരിത്രങ്ങൾ ബൈബിളിനകത്ത് വ്യക്തമല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ബൈബിളിൽ വ്യക്തമല്ല. വ്യക്തമായ ചരിത്രം വേണ്ടവർ ചരിത്ര പുസ്തകം വായിച്ചേ പറ്റൂ. ചരിത്ര പുസ്തകങ്ങൾ പ്രധാനമായും ചാവുകടൽ ലിഖിതങ്ങളിൽ ഉള്ളത് എനിക്കറിയാം. മറ്റും ഇതര രേഖകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ചാവുകടൽ ലിഖിതങ്ങൾക്ക് തുല്യമായി ഇതര രേഖകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഹാനോക്ക് മുതലായവർ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഹാനോക്ക് മുതലായവർ എഴുതി വെച്ചു. അതിനകത്ത് പറയുന്നത് ആദാമിനും ഹവ്വയ്ക്കും അനേക മക്കളുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന് യൂട്യൂബിൽ താടിയും മീശയും ഒരുപോലെ മീശയും മുടി ഒരുപോലെ വളർത്തിയ ഒരു പുള്ളിയെ കണ്ടു. ആ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടായിരുന്നു, പാരലൽ സൃഷ്ടികളായി പല മനുഷ്യരും ഉണ്ടായിരുന്നു എന്നൊക്കെ. ചുമ്മാ അബദ്ധം പറയുന്നതിനകത്ത് കുറഞ്ഞ പക്ഷം ശാസ്ത്രത്തിലും തെളിവ് വേണം, കുറഞ്ഞ പക്ഷം അവിടെയും തെളിവ് വേണം. എങ്ങും ഒന്നുമില്ലാത്ത മണ്ടത്തരമാണ്. ചരിത്രം പറയുന്നത് ആദാമിന് ഏറെക്കുറെ 600 ശിഷ്ടം മക്കളുണ്ടായിരുന്നു, ആണും പെണ്ണുമായി. ഓരോ ആൺകുഞ്ഞും ജനിക്കുമ്പോൾ, ഉദാഹരണത്തിന് കായൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് ബൈബിളിലില്ല. 2ാമത്തെ ഡെലിവറിയിൽ ആണും പെണ്ണും ഉണ്ടായിരുന്നു, 3ാമത്തെ ഡെലിവറിയിൽ ആണും പെണ്ണും ഉണ്ടായിരുന്നു, 4ാമത്തെ ഡെലിവറിയിൽ ആണും പെണ്ണും ഉണ്ടായിരുന്നു, 5ാമത്തെ ഡെലിവറിയാണ് ഹാബേൽ. ഇതിനിടയ്ക്കുള്ള ആരെയും ബൈബിളിനകത്ത് കാണിക്കുന്നില്ല. കാരണം ചാവുകടൽ ലിഖിതങ്ങൾ തന്നെ 45,000 പേജാണ്. ആദം മരിക്കുന്ന സമയത്ത് ഭൂമിയുടെ ജനസംഖ്യ 3 ലക്ഷത്തിന് മേളിലാണ്. അവർ പട്ടണങ്ങൾ പണിതിരുന്നു, അവർ പാർത്തിരുന്നു. അവിടെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആൺപിള്ളേരും ഉണ്ടായിരുന്നു, വിവാഹത്തിന് കഴിയുമായിരുന്നു, വിവാഹം നടന്നിരുന്നു. സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന് പറഞ്ഞത് അങ്ങനെ നടന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സമയപരിധി സൂക്ഷിക്കാനും കൂടെ അത് വിട്ടുകളഞ്ഞത്. പിന്നെ വിശദീകരിക്കേണ്ട കാര്യം ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇതൊന്ന് തൊടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കായന് ഭാര്യ ആരായിരുന്നു, എവിടുന്നായിരുന്നു എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോനെ ചാവുകടലിലെത്തി കിടപ്പുണ്ടാ. 45,000 പേജ് എൻ്റെ ബൈബിളിൻ്റെ കൂടെ ചേർത്ത് കുത്തിക്കെട്ടിയാൽ നമ്മൾ സാധാരണഗതി കൊണ്ടു നടക്കുന്ന നമ്മുടെ ബൈബിളിന് ഏറെക്കുറെ 1000 പേജാണ്. ഇതിൻ്റെ 46 ഇരട്ടി കണ്ടേനേം ബൈബിൾ. ഇതൊരു ട്രക്ക് ഉണ്ടേനും പിന്നെ ഇത് കൊണ്ടുപോകാൻ. അത് വരാതിരിക്കുവാൻ നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇതിനകത്ത് തന്നിട്ടുള്ളൂ. മാർക്ക് എന്തോ വരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാവുകടൽ ലിഖിതത്തിൽ കണ്ടേക്കാം, സൂചന പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തോ മാർക്ക് കൊടുത്തു, എനിക്ക് അത്രയും മാത്രമേ അറിയത്തുള്ളൂ. ബട്ട് അന്ന് മനുഷ്യനുണ്ടായിരുന്നു, പട്ടണങ്ങളുണ്ടായിരുന്നു, പട്ടണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആരെങ്കിലും കണ്ടാൽ കൊല്ലുമെന്നൊക്കെ പറയുന്നത്. ഇതിനുപോലെ തന്നെ ഇന്ന് ക്ലറിഫൈ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. എന്നോട് തുടങ്ങുന്നതിന് മുമ്പേ ഒരു അങ്കിൾ പറഞ്ഞതാണ്, ഒന്ന് ക്ലറിഫൈ ചെയ്യണം. ഈ സർപ്പത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടുമോ? സർപ്പം ഔവയെ ഉപായത്താൽ ചതിച്ചു. അതേ സമയത്ത് സിംഹത്തെയും അണലിമയെയും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും എന്നിങ്ങനൊരു പദമുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദൗ ഷാൽ വാക്ക് ഓവർ എന്നൊരു പദമുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മളെ വഹിച്ചുകൊണ്ട് പോകാൻ വാഹനങ്ങളായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയോ സർപ്പങ്ങളെയോ പാമ്പുകളെയോ പെരുമ്പാമ്പുകളെയോ തരുന്നു അല്ല. ദ റീസൺ, അതിൻ്റെ കയ്യിൽ നമ്മൾ യാതൊരു നന്മയും പ്രതീക്ഷിക്കുന്നില്ല. അത് തരാമെന്ന് പറഞ്ഞ് വരും. അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ കൊടുത്തേച്ച് പോയതാണ് ഔവായിക്ക്. ഞാൻ തരാം, എനിക്ക് ഒത്തിരി ബുദ്ധിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് ഔവായി ചതിച്ചു പോയത്. ഇതുപോലെ പല ചതിവുകളും പറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ ഇത് എടുത്തു പറയാൻ കാര്യം, ഇന്ന് എന്നോടൊരു അങ്കിൾ പറഞ്ഞായിരുന്നു, ഇതിനെക്കുറിച്ച് ഒന്ന് തൊട്ടേക്കണേ, ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഒരു ക്ലറിഫിക്കേഷൻ തന്നാൽ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് മറ്റൊരാശയമുണ്ട്. പാമ്പുകളെ പിടിച്ചെടുക്കും. നിങ്ങൾ അന്യഭാഷ പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം സർപ്പങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്നല്ല. ഞാനൊരു ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്തു. പക്ഷെ ഒരിക്കൽ ടക്കെന്നൊരു വിശ്വാസത്യാഗത്തിലകപ്പെട്ടു.
അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു മനുഷ്യനെ കണ്ട് അദ്ദേഹത്തോട് ക്ലോസ്ലി റിലേറ്റഡായ ഒരാൾ, ആ മനുഷ്യൻ ഞാൻ കേട്ടതനുസരിച്ച്, ഡയറക്റ്റ്ലി ഇയാൾ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടതനുസരിച്ച് അദ്ദേഹത്തോട് ക്ലോസ്ലി റിലേറ്റഡായ ഒരാൾ ഭൂതങ്ങളെ കൊണ്ട് മുതലെടുക്കും. അദ്ദേഹം തന്നെ സേവാത്മാവിനെ ആവാഹിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സേവാത്മാവ് ഇരിക്കുമ്പോൾ, സേവയാത്മാവ് എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തിയെ സേവിച്ച് സ്വന്തമാക്കി അതുകൊണ്ടിരുന്ന ദൂത്, അതുകൊണ്ടിരുന്ന പ്രോഫസി പറയുന്ന ഒരാളുണ്ട്. നമുക്ക് പിശാചിനെ ഉപയോഗിക്കാം. പിശാച് ബുദ്ധിശാലിയാണ്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ തിരിക്കുന്നത്. പാമ്പിൻ്റെ മേൽ നടക്കും, അപ്പം നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകാൻ അതിന് കഴിയും, അതിൻ്റെ ഇന്ന് നന്മ എടുക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ആ നന്മ നമ്മൾ എടുക്കണം. ഇങ്ങനെ ഇവനെ ആവാഹിച്ച് പിശാചിൻ്റെ ആത്മാവിൽ ദൂത് പറയാം എന്നുവരെ ഇയാൾ പറഞ്ഞു. ഈ നമ്മുടെ ചർച്ചിൽ 2-3 പേരോട് ഇദ്ദേഹം ഉപദേശം പറഞ്ഞു. ദൈവകൃപയാൽ പെട്ടെന്ന് ദൈവം അദ്ദേഹത്തെ മാറ്റി. എന്നതിനെക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് പറയുന്നില്ല. എൻ്റെ കൈ കൊണ്ടാണ് അദ്ദേഹത്തെ അടക്കിയത്. ഈ ദുരുപദേശം അദ്ദേഹം പറഞ്ഞ ശേഷം ബേഥൽ ചർച്ചിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് കൈനീട്ടി. ഒരു ദിവസം രാവിലെ അബോധാവസ്ഥയിലായി, ഒരു കാരണവും ആർക്കും അറിഞ്ഞുകൂടാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു, ഇന്ന ഡിഫക്റ്റ് ഉണ്ടെന്ന് കണ്ടു. പക്ഷേ ആ ഡിഫക്റ്റ് വരാൻ കാര്യം അറിയില്ല. ഷുഗർ അബ്നോർമലായി കുറഞ്ഞു പോവുക. എത്ര ഷുഗർ കൊടുത്താലും ശരീരത്തെ പിടിക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശവം അടക്കി. സാത്താൻ യാതൊരു രീതിയിലും നമുക്ക് നന്മ ചെയ്യത്തില്ല. അവൻ്റെ പാക്കേജിൽ ഒറ്റക്കാഴ്ചയ്ക്ക് കൊള്ളാമെന്ന് തോന്നുന്ന പലതുമുണ്ട്. അവൻ്റെ പാക്കേജിൽ, അവൻ കൊണ്ടുതരുന്ന പാക്കേജിൽ നന്മയൊന്നും നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തൊടരുത്, അതിനോട് അകന്ന് സൂക്ഷിക്കുക. കാര്യം അവൻ്റെ പാക്കേജിൽ തിന്മയായത് ഒരുപാട് കാണും. ഞാൻ 1-2 ആഴ്ചയ്ക്കകം സഭായോഗത്തിൽ അത് പരസ്യമായി തൊടും. കാര്യം ഞാൻ ആ വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതെന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നാൽ ചാവുകടൽ ലിഖിതങ്ങളിൽ ഉൾപ്പെടെ ചാവുകടൽ ലിഖിതങ്ങളിൽ ആദമഹവമാരുടെ 1-ാം പുസ്തകമുണ്ട്, ആദമഹവമാരുടെ 2-ാം പുസ്തകമുണ്ട്. ഇത് രണ്ടും ഹാനോക്കാണ് എഴുതുന്നത്. ആദമഹവയും പറഞ്ഞു കൊടുത്ത ചരിത്രങ്ങൾ ചേർത്ത് ഹാനോക്ക് എഴുതുന്നതാണ്. ഹാനോക്കിൻ്റെ പുസ്തകം എന്ന് തന്നെ പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. ഹാനോക്ക് തന്നെ ഒന്നുമല്ല, പലരും എഴുതിയിട്ടുണ്ട്. ഈ ചാവുകടൽ ലിഖിതങ്ങളിൽ ഇതുപോലുള്ള രേഖകൾ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വെളിയിൽ പലരും എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം അബ്രഹാമിൻ്റെ കാലത്തും മോശയുടെ കാലത്തും ഒക്കെ ഒരുപാട് സമാനമായ രേഖകളുണ്ട് ഭൂമിയിൽ. പഠിപ്പിച്ച പലരും ഉണ്ട്. നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് ബൈബിളിനോട് ബന്ധപ്പെട്ടതും മാത്രമാണ്. മറ്റേ ഞാൻ എടുക്കുന്നില്ല. മറ്റേത് കോൺട്രഡിക്റ്ററി ആയുള്ള ചിലതുണ്ട്, അനുകൂലമായ ചിലതുണ്ട്. അതങ്ങനെ വിട്ടു. ഈവൻ ചാവുകടൽ ലിഖിതങ്ങൾ പോലും ഞാൻ സ്പിരിച്വൽ ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിക്കാം, ഇൻസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, പ്രചോദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, അറിവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാര്യം പല കാര്യങ്ങളും അതറിയുന്നതുകൊണ്ട് തെളിയിക്കാം. മാർക്ക് എന്തുവായിരുന്നു അറിഞ്ഞുകൂടാ, പട്ടണം എന്നുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആദമഹവ്വായുടെ 1-ാം പുസ്തകത്തിലും 2-ാം പുസ്തകത്തിലും രേഖയുണ്ട്. നമുക്കിതിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കേണ്ടതുണ്ട്. നാളെ ആരെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു പ്രസംഗം പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാര്യം ഈ ഒരു പഠനം ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ലഭിച്ചതുപോലെ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് പുറപ്പാട് പുസ്തകം ചിന്തിക്കാം. ഇന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അടിയൻ്റെ മുമ്പിലിരുന്ന് എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്തതയിൽ അങ്ങയുടെ വചനം പറയുവാൻ അടിയൻ്റെ ഓർമ്മക്കുറവിലും വെക്കാബുലറിയുടെ നഷ്ടത്തിലും അല്പസ്വല്പമായ കേടുകൾ പ്രായത്തിൻ്റേതായി വന്നു പോയെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കൈകൂടിരുന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകത്തക്കവണ്ണം, നിർമ്മല ബുദ്ധിയോടെ ശ്രദ്ധിക്കുന്നവർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം അയഞ്ഞു കിടന്ന ചില ഇടങ്ങളെ കെട്ടിമുറുക്കുവാൻ, കെട്ടുറപ്പോടുകൂടെ ഞങ്ങളെ പറഞ്ഞയക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമായ കാര്യാൽ സ്തോത്രം. വിശ്വാസത്തിൽ തളർന്നുപോയവരെ കർത്താവെ അങ്ങ് പുനരുദ്ധരിച്ച് ജീവിപ്പിക്കണേ. ശരീരത്തിൽ ബലഹീനരായവരെ യേശുവിൻ്റെ നാമത്തിൽ ബലപ്പെടുത്തണേ. രോഗശക്തികളെയും പൈശാചിക വ്യാധികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇവരിൽ നിന്ന് ദൂരീകരിക്കണേ. ദൈവകൃപ ഞങ്ങൾക്ക് പകരണേ. അടിയനോടുകൂടെ ഒരുമിച്ച് പങ്കെടുത്ത എഞ്ചിനീയേഴ്സിനായി സ്തോത്രം. അവരെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അടിയന് സഹായകമായി നിൽക്കുന്ന
വ്യക്തിപരമായി സഹായിക്കുന്നവരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരു ദിവസം കൊണ്ടും പല ദിവസങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കുന്നവരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം അവരുടെ മേലിരിക്കട്ടെ. വരുന്ന ആഴ്ചയിൽ ഒരുമിച്ച് വരുമ്പോൾ ഇന്നത്തേതിനേക്കാൾ ഉപരി സന്തോഷത്തോടും ധൈര്യത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും ആരോഗ്യത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വന്നിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.